ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഅനാ വസിദ്നാ ഇൽമാ റബ്ബനാ സിദ്നാ ഇൽമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ആമ ജുസുയിലെ നമ്മൾ ഇന്ന് സൂറത്തുൽ ഹുമസയാണ് എടുക്കാൻ പോകുന്നത്. പലപ്പോഴായിട്ട് ഹുമസയുടെ ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു ഉള്ളിലൊരു ഭയവും ഒരു ശ്രദ്ധിക്കലും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ ജീവിത ചുറ്റുപാടുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും അതിനെ മറന്നു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ പാരായണം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കുകളും അല്ലേ, വല്ലാത്തൊരു ചിന്തിപ്പിക്കലുമുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്തുൽ ഹുമസ എന്ന് പറയുന്നത്. ആദ്യത്തെ ആയത്ത് തന്നെ നമ്മൾ വായിക്കുമ്പം എന്താണ്? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, എപ്പോഴും പരദൂഷണവും പരിഹാസവുമായി നടക്കുന്നവർക്ക് നാശം. അതാരോ ആണെന്ന് വിചാരിക്കും അല്ലേ? നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. ഖുറാനിലെ ഓരോ ആയത്തുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ അത് ആരെ പറ്റിയോ അല്ല പറയുന്നത്. എന്തൊരായത്തും ഏതൊരു ഓർമ്മപ്പെടുത്തലും കേൾക്കുമ്പോൾ ഇതെന്നെ പറ്റിയാണോ പറയുന്നത്, റബ്ബ് എന്നോടാണോ ചെയ്യാൻ പറയുന്നത്, എന്നോട് ശ്രദ്ധിക്കാനാണോ പറയുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും അവർ ഈ ടൈപ്പ് ആൾക്കാരാണ്. നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ഒരു ഹദീസ് കേൾക്കുമ്പോൾ ഇവർ ആ ഹദീസ് കേട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ ശരിക്കും അവർ കേൾക്കേണ്ട ക്ലാസ്സാണിത്, അങ്ങനെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. പക്ഷേ ഈ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളൊക്കെ ചിന്തിക്കണം, ഇത് എന്നോടാണ്, ഇത് എന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ. പക്ഷേ ഇതിൻ്റെ ആ ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ തലങ്ങൾ നമ്മൾ എത്രയോ ശ്രദ്ധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലേ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഖുർആനിലൂടെ ഇതുപോലെ നല്ല ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും എന്തൊക്കെയോ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. ഇപ്പം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം കുട്ടികളോടായാലും എൻ്റെ മോളോടായാലും ഞാൻ ഈ കാര്യങ്ങൾ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് അവരെന്നോട് ഓർമ്മപ്പെടുത്തുന്നു, അമ്മ അതങ്ങനെ പറയാൻ പാടുണ്ടോ ടീച്ചർ? ഇന്നലെ എൻ്റെ ഒരു മോള് ചോദിച്ചു, ടീച്ചർ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമാവോ? കുട്ടികളോട് നമ്മൾ തിരുത്തി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ പോലും കുട്ടികൾ അത് ശ്രദ്ധിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അഖ്ലാഖ് പഠിക്കും. അഖ്ലാഖ് എന്താണ്? ഏറ്റവും നല്ല അല്ലേ, എല്ലാ നന്മകളും നിറഞ്ഞ ഒരാൾ, അതാണ്. അത് ഇത്രയും നമുക്ക് വേണം അല്ലേ? ഗുഡ് മാനേഴ്സ്, എല്ലാ നല്ല കാര്യങ്ങളും നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് വേണം, നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് നിസ്സാരമായി നമ്മൾ കാണുമെങ്കിലും നമ്മൾ അറിയാണ്ട് നമ്മളിൽ നിന്ന് വന്നു പോകും. നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന്. നമുക്ക് നമ്മൾ ആളുകളിലെ ചുറ്റുപാടുകളിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അങ്ങനെയുണ്ട്. അപ്പം നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിൽ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു പോകുന്നത് അല്ലേ? ഇത് പറയുന്നത് ഒന്ന് പരദൂഷണമാണ്, അതായത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്. അത് ചിലപ്പോൾ അവരുടെ അഭാവത്തിലാവാം, അല്ലെങ്കിൽ അവർ കേൾക്കത്തന്നെ നമ്മൾ ചിലപ്പം പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് കളിയാക്കലായിട്ട് മാറി അല്ലേ? അപ്പോൾ പരദൂഷണവും അതേപോലെ തന്നെ പരിഹാസവുമായി നടക്കുന്നവർക്ക് നാശം അള്ളാഹു ആണ് പറയണതേ, നാശം എന്ന്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ആളുകൾ പറയും ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനെ കുറിച്ച് പേടിയില്ലാത്ത, അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ നമ്മൾ വിശ്വാസികളിൽ തന്നെ കൂടുതലൊന്നും പരലോകത്തെക്കുറിച്ച് ഭയപ്പെടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അല്ലേ, അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവരോ പഠിക്കാത്തവരോ ആണെങ്കിൽ അങ്ങനെയെന്ന് വെക്കാം. അപ്പം നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്ന് ഒരിക്കലും, അപ്പം എനിക്കിത് പറയുമ്പോൾ ഭയങ്കര പേടിയാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുമല്ലോ എന്നുള്ള ആ ഒരു നിയത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. വാക്കിലും പ്രവൃത്തിയിലും ഒരാൾക്ക് പോലും നമ്മളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു വേദനയും ഒരു വിഷമവും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണ്ടേ നമ്മുടെ നാവിനെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഓരോ ചലനങ്ങൾ പോലും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പറയുന്നവർക്കോ പരിഹസിച്ച് കളിയാക്കുന്നവർക്കോ മാത്രമല്ല, ഒരു മുഖത്തിൻ്റെ ഒരു കോട്ടൽ വരുമല്ലോ ചില ആളുകൾക്ക്. ഒരു വല്ലാത്തൊരു പുച്ഛഭാവത്തിൽ എന്നുള്ള അല്ലേ ചിലരുണ്ട്. ഞാൻ ഇപ്പം ശബ്ന മാമിൻ്റെ ക്ലാസ്സിൽ കേട്ടപ്പോഴാണ്, TAQൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ടപ്പോൾ അമജുസിൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ആ ഒരു സൂറത്ത് തന്നെ എനിക്ക് അവർ ഇട്ട് തന്നു, എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പം ഞാൻ അതിൽ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ചില ആളുകൾ ഇങ്ങനെ തോണ്ടൂലേ,
ഞാനാരും ഇതുവരെ അസ്തഗ്ഫിറുല്ലാ എൻ്റെ ഓർമ്മയിൽ ഞാൻ തോണ്ടിയതായിട്ട് എന്നെ ഓർമ്മയില്ല. പക്ഷേ എന്നെ ഒരുപാട് ആളുകൾ തോണ്ടിയതായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ശരിക്കും എനിക്കത് ഇഷ്ടവുമല്ല. കാരണം ഒരാൾ അപ്പുറത്ത് കൂടി പോകുമ്പോൾ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് അമർത്തി ഒരു തോണ്ടൽ തോണ്ടൂല്ലേ? നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ആരെയും തോണ്ടിയിട്ടുണ്ടോ? ആലോചിക്കുക. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എത്ര പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് അറിയാം. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ വിചാരിക്കുക അതെന്ത്, നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് തോണ്ടിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? ഒന്ന് നോക്കടാ, ഒന്ന് നോക്ക്, അവരെ കണ്ടില്ലേ, അവരുടെ ഒരിത് ആ രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ ചിലരെ കാണുമ്പോൾ നമുക്ക് ചിരി വന്നു പോയിട്ട് നമ്മളിങ്ങനെ അല്ലേ, നമ്മൾ വല്ലാത്തൊരു ചിരി, അത് നമ്മുടെ കൂടെയുള്ളവരത് കാണുന്നുണ്ടാവും. പക്ഷേ ആരെക്കുറിച്ചാണോ അത് ചെയ്യുന്നത് അവരെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്ത്, പക്ഷേ നാളെ അല്ലേ നമുക്കൊക്കെ പറഞ്ഞ് നമ്മുടെ ബോക്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചിന്തയിലുണ്ട് എല്ലായ്പ്പോഴും. അതും വെച്ച് നാളെ നമ്മളവിടെ പോയി നിൽക്കുമ്പോഴാണ് വിവരം അറിയുക. നമ്മളിൽ ബോക്സിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കും ആ വേദനിക്കപ്പെട്ട ആളുകൾ അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇങ്ങനെ കൊടുത്ത് അല്ലേ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇത്തരത്തിൽ മുഖം ചുളിക്കൽ കൊണ്ടോ ഒരു തോണ്ടൽ കൊണ്ടോ നമ്മൾ അറിയാതെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് എടുത്തങ്ങനെ കൊടുക്കും. അങ്ങനെ 1-2 ആൾക്കാരായിരിക്കില്ല, കുറേ പേരുണ്ടാവും. കൊടുത്ത് അവസാനം ബോക്സിലൊന്നും ഇല്ലാണ്ടാവും. അപ്പം എന്ത് സംഭവിക്കും? അവർ ചെയ്ത തിന്മകളൊക്കെ കൂടി ഇങ്ങോട്ട് എടുക്കുക. അപ്പം അവർക്ക് സന്തോഷമാവുമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മളെ ബോക്സിൽ എന്താ ഉണ്ടാവുക? പലപ്പോഴും ചിന്തിക്കേണ്ട, നമ്മൾ നാവിൽ നമ്മൾ എപ്പോഴും വരേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയാനോ ചിന്തിക്കാനോ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇനി ഇത്തരത്തിലുള്ള സംസാരങ്ങളോ വരുമ്പോൾ നമ്മളെ മാറ്റി നിൽക്കാൻ പേരിപ്പിക്കണം. നമ്മൾ ആകെപ്പാടെ കുറച്ച് കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. ഈ ഉള്ളത് തന്നെ നമ്മൾ അവർക്കും കൊടുത്താൽ നമുക്കിൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളുടെ ബോക്സ്, ആ ബോക്സിൽ ഒന്നും ഇല്ലാതായി തീരുന്ന ഒരവസ്ഥ. അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചോൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആലോചിക്കുമ്പോൾ അല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ ബേജാറ് വരുന്നില്ലേ? നമ്മൾ എന്തൊക്കെയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലണത് അല്ലേ? എന്തൊക്കെയോ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് 5 വഖ്ത് നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ക്ലാസ്സുകൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യും, നമ്മൾ ഈമാൻ പുതുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കാം. നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. ചിലപ്പം ചെറുപ്പത്തിലോ ഞാനിങ്ങനെ പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചു പോയി, പലപ്പോഴും പലതും ഓർമ്മയാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞത് അന്ന് നീ പറഞ്ഞത് ശരിയായില്ല എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞതായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ആരോടൊക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കുക നമുക്ക് പറ്റുമോ? കണ്ടും പറഞ്ഞും എവിടേക്കോ ആയിപ്പോയ ആളുകൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. അവരെക്കുറിച്ച് നമ്മൾ അറിയുന്ന ആൾക്കാരാണ്, എന്നാൽ അവരോട് പോയി നമുക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. അത് പണി കിട്ടും എന്നുള്ള അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ, നാളെ നമ്മളെ അമലുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. നമ്മൾക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റുന്നവരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് അല്ലേ കൈപിടിച്ച് നമ്മൾ ഒരു നല്ല രീതിയിൽ അവരോട് എപ്പോഴും നിൽക്കുന്ന രീതിയിൽ, അതേപോലെ തന്നെ നമ്മൾ അവരെക്കുറിച്ച് നല്ലത് മാത്രം, അതായത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ അവർക്ക് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. നമ്മളായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആരും ആവാട്ടോ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഭർത്താവാം അല്ലേ, ഈസിയാണ് നമുക്ക് അവരെ പറ്റി കുറ്റം പറയാൻ. നമ്മൾ വിചാരിക്കും നമ്മളെ കുറ്റം പറയുന്നില്ല, നമ്മളങ്ങനെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ അത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഇല്ലേ. ചിലപ്പോൾ നമ്മൾ ഉമ്മമാരോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മയോ ഉപ്പയോ ആരോ ആവാം, നമ്മളെ മക്കൾ തന്നെ ആവാം. നമ്മളെ മക്കളെ പറ്റി നമ്മൾ ചിലപ്പം പറയില്ലേ, ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു പോയില്ലേ, അതൊക്കെ ഇതിനകത്ത് അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? നമ്മൾ അവരെ കുറിച്ച് പറയുന്ന അവർക്ക് ഇഷ്ടം ഉണ്ടാവുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിന്ത തന്നെയാണ്. അപ്പം നമ്മളുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കും തീർച്ചയായിട്ടും. അവർ പേടി നമ്മളിൽ ഉണ്ടാവട്ടെ. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നാശം എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക വലിയൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഹുതമ അല്ലേ, അത് ഹൃദയങ്ങളോളം ചെന്നെത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഹൃദയത്തിൽ നിന്നാണ് ഈ കെട്ട സ്വഭാവം, ഈ ഒരു ടൈപ്പ് ഓഫ് മറ്റുള്ളവരെ പറ്റി പറയാനുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അത് ഹൃദയത്തിനെ തന്നെ അതിലോളം ചെന്നെത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു അല്ലേ ശിക്ഷ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ പറയുന്നത് സമൂഹത്തിൽ ആളുകളിൽ പ്രത്യേകിച്ചും അള്ളാഹുവിനെയും പരലോക ശിക്ഷയെയും ഭയപ്പെടാത്തവരിൽ കാണപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള സ്വഭാവ ദൂഷ്യമാണിത്. അവരുടെ പരലോകത്തെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്നും ഈ സൂറത്തിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
പറഞ്ഞു തരുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുകയും ജനങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരം ദുസ്വഭാവങ്ങൾ ജനങ്ങളെ പരസ്പരം അകറ്റും, അവർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കും. അതോടുകൂടി സമൂഹത്തിൻ്റെ ശാന്തിയും സമാധാനവും ഇല്ലാതാകും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ നാശമാണ് വരാനുള്ളതെന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ആളുകൾക്ക് സ്വതവേ ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം പറയുന്നത് പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെയും ഭയപ്പെടാത്തവരെന്നാണ്. പക്ഷേ 5 നേരം നമസ്കരിക്കുകയും തഹജ്ജുദും ദുഹായും പോലും നമസ്കരിക്കുന്നവർ പോലും ഇത്തരത്തിൽ പറഞ്ഞു പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല നമ്മളെക്കുറിച്ച് കൂടി ചിന്തിക്കുക. അങ്ങനെയുള്ളവരും ഉണ്ട്, നമ്മളിലും ഇതുണ്ടോ എന്നുള്ളതാണ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ നമ്മളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ കുത്തുക. നമ്മളെ തന്നെ നമ്മളെ ഹൃദയത്തിലൊന്ന് കുത്തി നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടാവാം, ഇല്ലാണ്ടിരിക്കില്ല. നമ്മൾ മനുഷ്യന്മാരാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ചിന്തിക്കുക തന്നെ ചെയ്യുക ആ ഒരു കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ മറ്റുള്ളവരെ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പം ഒരിക്കലും അവരെ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ, അതായത് അവർ ചിലപ്പം പരസ്യമായി തന്നെ പറയുന്നവരുണ്ടാവും. ഒരു കുശു സ്റ്റൈലില്ലേ, നമുക്കത് മനസ്സിലാവും. ഒരു ഇങ്ങനെ ഒരു പതിഞ്ഞ സ്വരത്തിൽ അതില്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇത്തരത്തിൽ നമ്മൾ പഠനത്തിലേക്ക് അല്ലേ, അള്ളാഹുവിലേക്ക് നമ്മളിങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഓടാൻ തോന്നാറില്ലേ. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ പറഞ്ഞോ അൽഹംദുലില്ലാ. അല്ല, ഇത് നല്ല രസമുള്ളൊരു സംഭവമാണല്ലോ, എല്ലാവരും കൂടെ കൂടിയിരിക്കും, എന്നിട്ട് തമാശയും അവരെ കളിയാക്കലുകൾ, എന്നിട്ട് അവരെ കൂടി പോവാണ്. നമ്മളെ ബോക്സിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇനി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറക്കെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകണം. ഉറക്കെ പറഞ്ഞോളൂ അസ്തഗ്ഫിറുല്ലാഹ്. ആരും കേട്ടോട്ടെ. നമുക്കത് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. നമ്മളത് കൂടുന്നവരല്ല എന്നവർക്കത് മനസ്സിലാവണം. അവരത് നിർത്തണം. നമ്മൾ മാറി നിന്നാൽ മാത്രം പോരാ, അവരെങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തും? അവിടെ നമുക്ക് ക്ലാസ്സും ഹുമസനെ കുറിച്ചും നാശം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശദീകരിക്കാനൊന്നും കഴിയില്ലല്ലോ. ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഉറക്കെ പറഞ്ഞാൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം. ആ ഒരു ധൈര്യം അല്ലേ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമുക്കതിൽ നിന്ന് മാറി നിൽക്കാനും പറ്റും. എന്തെങ്കിലും തരത്തിൽ അവരെ നമുക്ക് ഓർമ്മിപ്പിക്കാനും സാധിക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് നമ്മളിൽ ജീവിതത്തിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ പോരല്ലോ അല്ലേ. നമ്മൾക്ക് ഉത്തരവാദിത്തം കുറച്ചൊന്നും അല്ല. അള്ളാഹു നമുക്ക് ഇൽമ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഏതൊരു തരത്തിലാണെങ്കിലും നമ്മൾ ആ തിന്മയെ തടുക്കാനുള്ളൊരിത് നമുക്കുണ്ട്. ശരിക്കും അത് നമ്മൾ ചെയ്യേണ്ട, അതിലൊരു ലജ്ജയും നമ്മൾ കാണിക്കണ്ട. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി എന്തിനാ നമ്മൾ ബാക്കോട്ട് വെക്കുന്നത് അല്ലേ. നമ്മളെ കരുതുക, അതോടൊപ്പം മറ്റുള്ളവരെയും ആ കരുതാനുള്ള ഓർമ്മപ്പെടുത്തൽ അത് നമ്മൾക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പറഞ്ഞല്ലോ, അത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് മാത്രമല്ല, മുഖത്തിൻ്റെ ഭാവമോ തോണ്ടലോ പോലും ആരിൽ നിന്നെങ്കിലും ഉണ്ടായാലും നമ്മളത് പറഞ്ഞു കൊടുക്കണം. വല്ല അമർത്തി പിടിച്ച വർത്താനങ്ങളും കാര്യങ്ങളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യുക. മാറി നിൽക്കാൻ നമ്മൾ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു സൂചന, അതിന് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് പറയലോറൊക്കെ ഒന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിൽക്കൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയുന്നത് എന്താണ്? അടുത്ത ആയത്തിൽ പറയുന്നത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ അല്ലേ, യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഇത്തരത്തിൽ ഈ കുറച്ചൊരു പൈസയും ഉള്ള ആൾക്കാരുടെ ഒരു ഇതായിട്ടാണ് നമുക്കിപ്പം അമാനി മൗലവിയുടെ തഫ്സീർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കുറേ ധനം ശേഖരിച്ചുണ്ടാക്കുകയും അത് വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ വിനിയോഗിക്കാതെ അഹങ്കാരപൂർവ്വം അതിൻ്റെ ഇങ്ങനെ എണ്ണിക്കൊണ്ട് അല്ലേ, അത് മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുക, അതുകുറിച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞു നമ്മൾ തെക്കാഫുറിൽ പറഞ്ഞല്ലോ, ഈ പെരുപ്പം അല്ലേ, അതിങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരിൽ സ്വാഭാവികമായും വരുന്ന സ്വഭാവമാണിത് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ അത്യാവശ്യം കഴിവും സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് അവർക്ക് അല്ലേ, അവർക്ക് മറ്റുള്ളവരോടൊരു പുച്ഛം അല്ലേ. അപ്പം ഈ പറഞ്ഞതുപോലെ അവരൊരു നല്ല സംഭവമായിരിക്കും, കല്യാണമൊക്കെ ഭയങ്കരമായിട്ട് കഴിച്ചത്. അപ്പം മറ്റുള്ളവരുണ്ടാവും, അവിടെ പോയിട്ട് ചിലപ്പോൾ അത്രത്തെ ഒന്നും ഉണ്ടാവില്ല, അവരുണ്ടായിട്ട് അവർ കണ്ടില്ല ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ പറയും അല്ലേ. കല്യാണത്തിനൊക്കെ പോയാൽ ഭയങ്കര ഒരു വല്ലാത്ത, ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെയൊക്കെ കല്യാണത്തിന് വിളിച്ചിട്ട് ചിലപ്പം ഭക്ഷണമൊക്കെ ചിലപ്പം തീർന്നു പോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. കല്യാണത്തിന് അവിടെ ഇരുന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസത്തോളം ഉണ്ടാവും എന്നറിയോ ഈ കുറ്റമറയിൽ? നിങ്ങൾക്ക് എന്തോ കിട്ടീനി അവിടെ നിന്നാ ചോദിക്കാം. നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലെങ്കിൽ നമ്മൾ പറയണം അൽഹംദുലില്ലാ, എനിക്ക് വിശപ്പ് നിറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി അല്ലേ, മാറാനുള്ള ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു, അൽഹംദുലില്ലാ. അങ്ങനെ നല്ലത് പറഞ്ഞ് പഠിക്കുക.
അല്ലേ? നമുക്കത് സത്യമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതൊന്നും വലിയ തെറ്റായിട്ട് ആരും കാണുന്നില്ല എന്നുള്ളതാണ്. കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കിട്ടിയില്ല, അതിങ്ങനെ അത് ചോദിക്കും, നിങ്ങൾക്ക് എന്തോ കിട്ടീന്, അത് അടുത്ത കല്യാണം വരെ അത് തുടരും, നിങ്ങൾക്ക് എന്തോ കിട്ടീന്, അവിടുന്ന് നമുക്കില്ല, അങ്ങനെ ആയിപ്പോയി. എന്നാൽ പിന്നെ അവരെന്തിനാ അങ്ങനെയൊക്കെ വിളിക്കണല്ലേ? കല്യാണത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ ആൾക്കാരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാവരും കൂടെ തിക്കിക്കൂടി ആദ്യം എല്ലാവരും ഇങ്ങനെ കുറേ അങ്ങ് വാങ്ങും, ആദ്യം വരുന്നവർ, എന്നിട്ട് പിന്നെ ഉള്ളവരെ കുറിച്ച് ചിന്തിക്കൂലല്ലോ, എന്നിട്ട് കുറേ കൊണ്ടുപോയി വേസ്റ്റ് തട്ടും. അസ്തഗ്ഫിറുല്ലാ. പിന്നെ ഇത്തരത്തിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് തീർന്നതിനേക്കാളും നല്ല എന്താണ്, ഒരു 1-2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അതെല്ലാവർക്കും എത്തിക്കാം. എന്തൊക്കെയോ ഉണ്ടായിട്ട് ഒന്നും ഇല്ലാത്ത കാര്യമായിപ്പോയത്. ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പം ബിരിയാണി ഉണ്ടാവും, മന്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവേ. ചിലപ്പം വെള്ളപ്പവും പൊറാട്ടയും തീർന്നു പോയിട്ടുണ്ടാവും, അല്ലെ പൊരിച്ച പത്തിരി തീർന്നു. അതാ പറയാ, ഞങ്ങൾക്കത് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടിയില്ലേ? ശരിക്കും ഇതൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇതൊക്കെ സ്ഥിരമായിട്ട് കല്യാണം കഴിഞ്ഞ് ഇതൊന്നും ആരെങ്കിലും ഇതായിട്ട് പരിഹാസമായിട്ട് കാണുന്നുണ്ട്? ഇത് പരിഹാസം തന്നെയല്ലേ? ഇതൊക്കെ ഈ വകുപ്പ് പെടുന്നതാണ്. പക്ഷെ നമ്മളതൊന്നും എന്തായിട്ട് സീരിയസ് ആയിട്ട് കാണുന്നില്ല. വലിയ വലിയ തരത്തിൽ കുശുകുശു പറയുന്നത് മാത്രമാണ് പരദൂഷണം, അല്ലെങ്കിൽ വലിയ തരത്തിൽ അവരെ ആൾക്കാരുടെ ഇടയിൽ കളിയാക്കുന്നത് മാത്രമാണ് കളിയാക്കലുകൾ എന്ന് വിചാരിക്കുന്നത്. അതേ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കണ്ടില്ലേ, അവരൊരു ഇത് നടത്തിയിട്ട് അങ്ങനെ ആയില്ലേ, ഇതിങ്ങനെ നടത്തിയിട്ടായില്ലേ. യെസ്, അതേപോലെ തന്നെ അറിയാലോ, ഈ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കൈകൊണ്ട് അല്ല, നമ്മൾ നാവ് കൊണ്ടോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാവങ്ങൾ കൊണ്ടോ മാത്രമല്ല, അതും കൂടെ ഓർമ്മിക്കാനുണ്ടല്ലോ നമുക്കില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പം അടുത്തുണ്ടായിരുന്നല്ലോ, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ. കണ്ടുപോയോ നമ്മൾ ഡിലീറ്റ് ചെയ്യുക? പിന്നല്ലേ ഒരു ലേഡി ഒരു മറ്റേ ഇതിൽ എന്താ പറയുക, റൈഡിൽ കയറിയിട്ട് ശരിക്കും അവർ ബേജാറായി കരഞ്ഞതാണ്. ആൾക്കാർക്ക് ചോദിക്കുക എന്തിനാ അവരതിൽ കയറിയതായെന്ന് വെച്ചാൽ അവർ കയറിപ്പോയി. അവർക്ക് ആ ഉള്ളിൽ നിന്ന് ബേജാറായിട്ട് വന്ന കരച്ചിലാണ്. അവരുടെ ഫ്രണ്ട് അത് വീഡിയോ എടുത്തു, അത് സ്പ്രെഡായി. എവിടെയെല്ലാം എത്തിയെന്നറിയോ? എവിടെയോ ഞാനൊരു ഞങ്ങളൊരു ഫാമിലി മീറ്റിങ്ങിൽ പോയിരിക്കുന്ന സമയത്ത് അവരറിയുന്ന ആൾ അവിടെ ഇരുന്ന് പറഞ്ഞു അവർക്കത് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിഷമാവാണ്ടിരിക്കുമോ? അതൊരു വൈറൽ ആവണം എന്ന് വിചാരിച്ച് അവരുടെ അടുത്തൊരു വീഡിയോ അല്ല, നമുക്കത് കണ്ടാൽ അറിയാം അല്ലേ? പക്ഷേ ആ വീഡിയോ എടുത്ത ആൾ മുതൽ എവിടെയൊക്കെ ആരുടെയൊക്കെ കൈ, അത് ആലോചിച്ച് നോക്കാം. നമ്മൾ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഈ വരുന്ന അത് മാത്രമല്ല, അവർക്ക് ആ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കാം അവർക്ക് എന്തോരം അവിടുന്ന് അല്ലേ കൂലി കിട്ടുമെന്ന്, അവരുടെ ബോക്സിലേക്ക് നിറയാൻ മാത്രമേ എന്തോരം കിട്ടുമെന്ന്. സുബ്ഹാനല്ലാഹ്, ആരുടെയൊക്കെ എത്രോളം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതുപോലെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ വരുന്നത്. നല്ല ഹരം, നല്ല രസം കാണാൻ, ചിരി വന്നിട്ട് നിൽക്കുന്നുണ്ടാവില്ല, നമ്മൾ അയക്കും. ഈ തമാശയാക്കുന്ന കാര്യങ്ങളുണ്ടാവും ചിലതൊക്കെ അല്ലേ, നമ്മളും ചിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ റിയലായിട്ടുള്ള പല കാര്യങ്ങളും അവരറിയാതെ ആയിരിക്കും ഈ വീഡിയോ എടുക്കുന്നത്. കല്യാണം ആയിക്കോട്ടെ, പരിപാടി, ഇവരൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്ത് ചിലപ്പോൾ മടങ്ങുകയും ചെയ്യും. നമ്മളോ ഇതൊന്നും ആലോചിക്കില്ല. ഇതെന്താ, നമ്മൾ ഫോർവേഡ് ചെയ്തതല്ലേ, നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, ആരും കളിയാക്കല്. ഇതില്ലേ കളിയാക്കല്, ഇതന്നെയല്ലേ കളിയാക്കല്. അസ്തഗ്ഫിറുല്ലാ. നമ്മളിങ്ങനെ കൈകൊണ്ട് അങ്ങനെ തട്ടി അങ്ങോട്ട് വിടും, എന്ത് ഈസിയാന്ന്. എന്നിട്ട് അവിടുന്ന് ആരൊക്കെ എങ്ങടൊക്കെ പോയി അല്ലേ? നമ്മൾ ആസാറിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മളെ ബാക്കിയാകുന്ന നമ്മളെ അവശിഷ്ടങ്ങൾ, അതിൽ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. അതിനകത്ത് കുറേ കൂമ്പാരം കൂടി കിടക്കും. ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് പോയി കുറേ കാലങ്ങൾക്ക് കഴിഞ്ഞ് വീണ്ടും അതാരെങ്കിലും യൂട്യൂബിൽ അല്ല വാട്സപ്പിൽ കണ്ട് നമ്മളെപ്പോഴോ സെൻഡ് ചെയ്ത് പോയത് അവിടെ ഉണ്ടാവും. അതെടുത്തിട്ട് അത് പിന്നെയും കുറേ കാലം കഴിഞ്ഞ് പിന്നെയും അത് നമ്മൾ മരിച്ചാലും നമുക്ക് അല്ലേ തെറ്റ്, ആ തെറ്റിൻ്റെ ഇത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ട്രോളുകൾ വരുന്നുണ്ടാവും, കളിയാക്കലുകൾ വരുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് കാണാനും രസം, അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും. എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല സൂക്ഷ്മത നമുക്ക് വേണം. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല പേടി വേണം നമുക്ക്. ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്, എവിടെയൊക്കെ ഞാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആലോചിച്ച് പോവാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ മോള് ഹോസ്റ്റലിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അവളുടെ ഫ്രണ്ട് തന്നെ റൂംമേറ്റ് പാട്ട് പാടിക്കൊണ്ടേയിരിക്കണം, നോൺ സ്റ്റോപ്പ് പാട്ടാണ്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചിരിച്ചു പോയി. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ആലോചിക്കുക, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താ ചെയ്തത്? പിന്നെ എനിക്ക് പേടിയാവുക. ഞാൻ അങ്ങനെ പോലും നമ്മൾ അല്ലേ ഒരു ചിരിക്കാൻ നമുക്ക് പറ്റുമോ? ഒരു തരത്തിൽ നമ്മൾ ആരെയും ഒരു മനസ്സിൽ ആ ഒരു തരത്തിൽ ഒരു ചിന്ത വന്നു പോകരുത്. നമ്മൾ ചോദിച്ചു. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു പുറത്ത് തരട്ടെ. പറഞ്ഞു പോയി
നമ്മളെല്ലാവരോടും നല്ലോണം നിൽക്കുക, ആരോടും എല്ലാവരോടും. ആർക്കും നമ്മളെ മനസ്സിൽ ഒരു വേദനയും ഇല്ലാതിരിക്കട്ടെ. നമ്മളായിട്ട് ആരുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് പുറത്തു തരാനുള്ളൊരു മനസ്സ് അവർക്ക് നൽകട്ടെ. നമുക്ക് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ റബ്ബിനെല്ലാം അറിയാം, നമ്മുടെ മനസ്സും അറിയാം. നമ്മളെല്ലാം ഖേദിച്ച് മടങ്ങുന്നവരാണ്, തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അള്ളാഹു നമ്മളിലേക്ക് ആ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് മടങ്ങുന്നവരുമാണ്. തവ്വാബായ റബ്ബ് അല്ലേ? അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ റബ്ബെ. നമ്മുടെ നാവും നമ്മളുടെ ഓരോ ചലനങ്ങളും റബ്ബെ നിനക്ക് ഇഷ്ടപ്പെട്ടതാക്കി നിന്റെ മാർഗത്തിലാക്കി നീ മാറ്റി തരണേ റബ്ബെ. ഒരു തരത്തിൽ പോലും ഞങ്ങൾ അറിയാതെ പോലും ഒരു തെറ്റുകളും ഞങ്ങളിൽ നിന്ന് വരാതിരിക്കാനുള്ള ഒരു കാവൽ, ഒരു പ്രൊട്ടക്ഷൻ, എന്നെ ഒരു ഓർമ്മിപ്പിക്കൽ റബ്ബെ നീ ഞങ്ങൾക്ക് തരണേ റബ്ബെ. ഒന്നും ചിന്തിക്കാതെ ചിലപ്പം പലതും നമ്മളിൽ നിന്ന് വന്നു പോകും. റബ്ബിൻ്റെ കാവൽ അതൊന്നും മാത്രമേ നമുക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ പറഞ്ഞതാണല്ലോ നമ്മളെ നമസ്കാരം നമ്മളെല്ലാ ചീത്തയിലും എല്ലാ മ്ലേച്ഛമായതിലും നമ്മളെ തടയും. ആ ഒരു ഉറപ്പ് നമുക്കുണ്ട്. നമ്മളെ നമസ്കാരത്തിൽ പലതും നമുക്ക് വീഴ്ചകൾ വന്നു പോകണ്ട, എന്നാൽ തന്നെയും റബ്ബ് നമ്മൾ പലതിൽ നിന്നും കാത്തു രക്ഷിക്കണം. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നു പോകുന്ന കാര്യങ്ങൾ പോലും അള്ളാഹു നമ്മളേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും അള്ളാഹിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, തെറ്റിൽ നിന്ന് നമ്മളെ തടയാനുള്ള ആ ഒരു കാവൽ റബ്ബിൽ നമുക്ക് എപ്പോഴും എപ്പോഴും വേണം റബ്ബെ. അപ്പോൾ പറഞ്ഞു വന്നെന്തായിരുന്നു, നമ്മൾ ഈ ഒരു ഇത്തരം പൈസയും കാര്യങ്ങളും ഉള്ള ആൾക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് സംഭവിക്കുക, അവർ മറ്റുള്ളവരെ ഒരു പുച്ഛമാക്കി കാണിക്കൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് പിന്നെ അന്യരെ ഇടിച്ചു താഴ്ത്തലും കുറവും കുറ്റവും ഒക്കെ എടുത്തു കാട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലും. അവരെന്താ വിചാരിക്കുന്നത്, അവർക്ക് ഈ കിട്ടിയതും കൊണ്ട് അവരിവിടെ നല്ല ആൾക്കാരായിട്ട് ജീവിക്കണം, നാളെ അതും കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവിടെയും അവർക്ക് നല്ലതാക്കും അതാണ് പറയുന്നത്. അവരെ തന്നെ എന്നെന്നും നിലനിർത്തുമെന്നും അവൻ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ, വലിയ നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ആ ഒരു ഉണ്ടാവാറുണ്ട് ഒരു ഇത്. അവർ ചിലപ്പം ഒന്ന് നിങ്ങളിപ്പോഴും ഇങ്ങനെ തന്നെയോ എന്നുള്ളൊരു രീതിയിൽ ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കാം അത് കുറച്ച് ചിലരൊക്കെ നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ അവർ ചെറിയ രീതിയിൽ അവരുടേതായ ജീവിതം നയിച്ചു പോകുന്നവരായിരിക്കാം സുബ്ഹാനല്ലാഹ്. ഒരു തരത്തിൽ പോലും പിന്നെയും വേറെയും ശ്രദ്ധിക്കാൻ എത്രയേറെ കാര്യങ്ങൾ എനിക്ക് പിന്നെയും ഓരോന്ന് ഓർമ്മയിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ത് തന്നെ ആയാലും ആരെയും ഒരു തരത്തിൽ പോലും പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാൻ പാടില്ല. ഒരിക്കലും തനിക്കുള്ളതിൽ അഹങ്കാരം അഹംഭാവം കാണിക്കാൻ പാടില്ല. ഞാൻ വലിയ പൈസക്കാരനാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നെക്കാട്ടിലും കൂടുതലുണ്ട് എന്നുള്ള ഒരു ഭാവം പോലും പാടില്ല എന്നുള്ള. അതാണ് ഈ പൈസ. അതായത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, നമ്മൾ പലരും പലതരത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ, അപ്പോൾ ഓരോരുത്തരും ഓരോ ലെവലുള്ള ആൾക്കാരായിരിക്കും. എന്നെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ വെച്ച് അവളെക്കാട്ടിലും സംഭവം ഞാനാണല്ലോ, എന്തെങ്കിലും തരം സൗന്ദര്യം കൊണ്ടാവാം, പൈസ കൊണ്ടാവാം, പദവി കൊണ്ടാവാം, ഇൽമു കൊണ്ടാവാം, ഒരു അഹംഭാവം ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അത് വെച്ചിട്ട് ഞാൻ ഭയങ്കര ആളാവും, അല്ലെങ്കിൽ എന്നെന്നും നിലനിർത്തുന്ന ഒരു വിചാരം വന്നിട്ടുണ്ടോ? അവരും ഈ കൂട്ടത്തിൽ നാശം പിടിച്ച ആൾക്കാർ തന്നെയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അവരുടെ മനസ്സിൽ എപ്പോഴും എന്താണ്, മറ്റുള്ളവരെ ഒന്നിനും പറ്റൂല, ഒന്നിനും കൊള്ളൂല. നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, അവനെ കൊണ്ട് എന്തിനു പറ്റും, ഒന്നിനും കൊള്ളാത്തവൻ, ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാ? അസ്തഗ്ഫിറുല്ലാഹ്. എങ്ങനെയെങ്കിലും ഈ ആൾക്കാരുടെയൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണക്കാക്കി നേരത്തെ പറഞ്ഞതുപോലെ തെക്കാസ പെരുമ നടിക്കൽ, ഇതൊക്കെ തന്നെയാണ് അവരുടെ ചിന്ത. അത് ഇപ്പം പറഞ്ഞല്ലോ, പൈസ ഉണ്ടാക്കൽ മാത്രമല്ല സൗന്ദര്യം കൂട്ടലും കൂടി ഇതിനകത്ത് പെടുന്നുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കുക, അത് ചിലപ്പം മേക്കപ്പ് ഇട്ടിട്ടാവാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഇത് കൂട്ടാൻ പറ്റുമല്ലോ, അതിനനുസരിച്ചുള്ള മൊബൈലുകൾ സെറ്റപ്പാക്കി വാങ്ങിക്കുക, എന്നിട്ട് അതിങ്ങനെ കാണിക്കുക, സ്റ്റാറ്റസ് ആയിട്ടും അതായിട്ടും ഒക്കെ കാണിക്കുക. അത് മതി, അതും കൊണ്ട് ഖബറിലേക്ക് പോവാന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവും ആൾക്കാർ ഒക്കെ എവിടം വരെയുള്ളൂ. ഹത്താസുർത്തുമൽ മഖാബിർ. ഈ പൈസ കൂട്ടി വെച്ചോ അതുകൊണ്ട് നമുക്ക് അതും കൊണ്ട് പോകാൻ പറ്റൂ? ഇല്ല. ഈ സൗന്ദര്യം കാണിക്കൽ കൊണ്ട് നമുക്ക് അതും കൊണ്ട് പോകാൻ പറ്റൂ? ഇല്ല. എല്ലാവരും ഒരേപോലെ വെള്ള വസ്ത്രം ധരിച്ച് നമ്മളാണെങ്കിൽ നല്ല മക്കനെയൊക്കെ ഇട്ട് എന്തൊക്കെ മുടി കളർ ചെയ്തോ കാണിച്ചോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ചോ, അങ്ങനെയാണോ ആരെങ്കിലും കൂട്ടത്തിൽ പോകുന്നവരെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും പോകുന്നത് ഒരേപോലെ, ഏത് തരത്തിൽ സ്റ്റൈലാക്കി നടന്ന ആൾക്കാരാണെങ്കിലും ഒരേപോലെ. കൂടെ കൊണ്ടുപോകാൻ
ആൾക്കാർക്ക് നന്മകൾ ചെയ്ത് ഈ പറഞ്ഞ മുഹ്സിനീങ്ങളിൽപ്പെട്ട ഇഹ്സാനോടുകൂടി തഖ്വയോടുകൂടി നല്ലത് മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച് ശ്രമിച്ച ആൾക്കാർക്ക് അവരുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ടാകും കൊണ്ടുപോകാൻ ആ ഖബറിലേക്ക്. ബാക്കിയുള്ളതെല്ലാം ഹത്താസുർത്തുമൽ മഖാബിർ, ഖബറിൻ്റെ അടുത്ത് എത്തുന്നവരെ മാത്രം. അതിന് അങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടാൻ പറ്റുമോ? ആർക്കെങ്കിലും കൊണ്ടാൻ പറ്റും. ആരെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളിവിടെ കാണുന്നുണ്ടോ എന്തെങ്കിലും അവർ കൊണ്ടുപോയതായിട്ട്? ഇല്ല, ഒന്നുമില്ല. മണ്ണോട് ചേർന്ന് തീരാനുള്ളതാണ് എല്ലാ കാര്യങ്ങളും. ആ സൗന്ദര്യവും ആ ഒരു കാട്ടിക്കൂട്ടലുകളെല്ലാം തന്നെ. അസ്തഗ്ഫിറുല്ലാഹ്. മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർമ്മിക്കാത്തവർ തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യുള്ളൂ. നമുക്കിപ്പം എപ്പോഴും നമുക്ക് ഓർമ്മപ്പെടുത്തൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും. പരലോകത്ത് ആ ഒരു ദിവസത്ത് അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒന്നുമില്ലാത്ത, എന്തൊക്കെയോ ചെയ്തു കൂട്ടിയെന്ന് വിചാരിച്ച് അവിടെ ചെന്നിട്ട് ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥ ആവരുത് എന്നുള്ള ഒരു ചിന്ത മാത്രം ഇനി നമ്മൾ എപ്പോഴും ആലോചിക്കുക, അത് മാത്രം ചിന്തിക്കുക. അപ്പം തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരിക്കലും ഇപ്പോൾ ഉള്ള ഈ കരുതൽ നമ്മൾ ഇൽമോ അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ സമ്പത്തോ അതുകൊണ്ട് അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി നാശക്കാരിലായി പെട്ടുപോകും. അത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ അറിവും അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അറിവുണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും മറ്റുള്ളവരെ പുച്ഛിക്കാനോ ഒരു തരത്തിലും അവരെന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ഇവർക്ക് ഇത്രയായിട്ട് ഇതൊന്നും അറിഞ്ഞൂടെ, അതൊരു കളിയാക്കലാണ് കേട്ടോ. ശ്രദ്ധിക്കണം. നിങ്ങൾ കുറേ ആയില്ലേ പഠിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, ഇത്രയായിട്ട് നിങ്ങൾക്ക് ഓതാൻ അറിഞ്ഞൂടാ, ഇത്ര കാലമായി നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കണേ, എത്ര കാലമായി നിങ്ങൾ ഇതുമായിട്ട് നടക്കണം, എന്നിട്ട് ഇതുവരെ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിഞ്ഞൂടാ ചോദിക്കരുത്. നമുക്ക് പടച്ചോൻ ഇത്തിരി അറിവ് തന്നിട്ടെങ്കിൽ അത് വെച്ച് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതിനല്ലേ നമുക്ക് നമുക്കും ഇത്തിരി അല്ലേ കുറച്ച് അള്ളാൻ്റെ അറിവിന് കുറച്ചല്ലേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് ഇത് വെച്ച് ആരും അഹങ്കാരം കാണിക്കരുത്. ഒരാൾക്ക് ഒരു തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ പോലും അവരുടെ മനസ്സിലൊരു വിഷമമില്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഒരു നമ്മളെ ഒരു ടീച്ചർ അവൾ പറഞ്ഞത് അതാണ്, ബാൻ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി. ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിഷമമായാലോ എന്ന്. കാരണം എല്ലാ വാക്കുകളും എനിക്കത്ര എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. അവൾക്ക് നല്ല അറിവുണ്ട്. അപ്പോൾ അതെല്ലാം സൂക്ഷ്മമായി പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പം സങ്കടം വരുമല്ലോ, അതോ ഞാൻ എത്ര ആയിട്ടും ശരിയാവണില്ലല്ലോ, എൻ്റെ അവിടെയും ഇവിടെയും കുറച്ചായിട്ട് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നിടത്ത് പറഞ്ഞു കൊടുത്ത് ശരിയാക്കുക. നമ്മൾ ഇവിടെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയാണ് കേട്ടോ. ഏതൊരു തരത്തിലും നമുക്ക് നമ്മളുടെ അറിവ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല വാക്കുകളായിരിക്കണം നമ്മളിൽ നിന്ന് വരുന്നത്. ഒരു സമാധാനം, ഒരു സന്തോഷം നൽകുന്ന, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുക, നല്ലത് മാത്രം എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് നല്ലത് മാത്രം, ആ നല്ല വാക്കുകൾ നല്ല പ്രവർത്തികൾ ഇതന്നെ ആവണം നമ്മളുടെ ചിന്ത മുഴുവൻ. എന്നാലേ നാളെ നമ്മളെ ബോക്സ് ഫുള്ളായിട്ട് അവിടെ കൊണ്ടുചെന്ന് തുറക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഈ കാട്ടിക്കൂട്ടലുകളും ഈ പറഞ്ഞ കളിയാക്കലുകളും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്. ഒരിക്കലുമില്ല അവൻ എന്താ സംഭവിക്കാമെന്ന്. അതായത് പറയാൻ കാരണം എന്താ വെച്ചാൽ നേരത്തെ അവൻ വിചാരിക്കുന്നത് എന്താണ്, ഇതൊക്കെ കൊണ്ട് ഈ അഹങ്കാരവും അഹംഭാവവും പുച്ഛിക്കലും ഒക്കെ കൊണ്ട് ഞാൻ വലിയ ആളാണ്, ഞാൻ ഇതും കൊണ്ടൊക്കെ തന്നെ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയിലുള്ള ആൾക്കാരാണ്. അങ്ങനെ അല്ല, ഒരിക്കലുമല്ല. അള്ളാഹ് പറഞ്ഞിട്ട് പറയാണ് ലയംബദന്ന ഫിൽ ഹുതമ, തീർച്ചയായും അവൻ ഹുതമയിൽ എറിയപ്പെടും. എന്താ ഹുതമ? ഒമാ അദ്റാക മൽ ഹുതമ, എന്താണ് ഹുതമ? നാറുല്ലാഹിൽ മൂഖദ, അത് അള്ളാഹുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു തീ തന്നെയാണ്, കത്തിജ്വലിക്കപ്പെടുന്ന തീ. ചിന്തിക്കുക അല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, അത് ഹൃദയങ്ങളോളം ചെന്നെത്തുന്നതാണ്. അതൊരു തീയാണ് അല്ലേ, ആ തീയിലേക്ക് ഇടും. അത് മാത്രമല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, അത് കത്തി ജ്വലിക്കപ്പെടുന്ന തീയുമാണ്. ജ്വലിക്കാന്ന് വെച്ചാൽ നമുക്ക് നമ്മളില്ലേ ചിലതൊക്കെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാൽ ഇങ്ങനെ കത്തുന്ന തീയില്ലേ, നമുക്ക് ആ പാളുമ്പോൾ നമ്മളൊന്ന് വേക്കോട്ട് പോവില്ലേ, പേടിയാവൂലേ, നമ്മൾ മേലേക്ക് അങ്ങ് ആയാലോ. ഇതങ്ങ് പാളി കത്തിയിട്ട് എവിടെയോളത്തോളം ചെന്നെത്തുമെന്നാണ് പറയുന്നത്, ഹൃദയങ്ങളോളം ചെന്നെത്തുന്നു. അത് കത്തിക്കരിഞ്ഞ് ഹൃദയങ്ങളോട് പിന്നെയും അത് റീക്രിയേറ്റ് ചെയ്ത് പിന്നെയും കത്തിക്കരിയിച്ച് എവിടെ വരെ എത്തുന്ന ആലോചിച്ച് നോക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രൊട്ടക്റ്റായിട്ട് ഇപ്പം കിടക്കുന്ന ആ ഒരു അവിടെ വരെ എത്തുന്നു. കാരണം ഇത്തരം ചിന്തകളും ഇത്തരം നീചമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരു മനസ്സിൻ്റെ ദുഷിപ്പല്ലേ, അതുകൊണ്ടല്ലേ അവിടെ വരെ എത്തുമെന്ന് അള്ളാഹ് ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്.
സമ്പത്തിൻ്റെയും പദവിയുടെയും പേരിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ നിന്ദിച്ചും പരിഹസിച്ചും കഴിയുന്നവർ മരണശേഷം അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. അപ്പോൾ അവരെ സഹായിക്കാൻ ഈ സമ്പത്തോ പദവികളോ ഒന്നും ഉണ്ടാവൂല. അള്ളാഹുവിനെ മറന്നും ജനങ്ങളെ പരിഹസിച്ചും ജീവിച്ചതിൻ്റെ ഫലം അന്ന് അവർ അനുഭവിക്കും. അവർ ചെയ്ത തിന്മകൾക്ക് പ്രതിഫലമായി അള്ളാഹു നരകശിക്ഷ വിധിക്കും. ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവർ എടുത്തെറിയപ്പെടും. അവർക്ക് വസിക്കാനുള്ള നരകത്തീ എങ്ങനെയായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ആളിക്കത്തുന്ന തീയിൽ കിടന്ന് അവരുടെ ഉള്ളും പുറവും വെന്തുരുകും. ഇന്നഹ അലൈഹിം മുഅ്സദ, അതവരുടെ മേൽ അടച്ചു പൂട്ടപ്പെടുന്ന, അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയൂല അല്ലേ. ചിലത് നമ്മൾ നീന്തി രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിനകത്ത് കടക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതങ്ങ് നമ്മൾ ഇല്ലേ കടലിലെ തിരമാലകൾക്കിടയിൽ അകപ്പെട്ടാൽ എങ്ങനെയാണ് അല്ലേ, അത് ഇങ്ങനെ നമ്മൾ നീന്തി ഇങ്ങോട്ട് വരുമ്പോഴത്തെ അത് പിന്നെയും മൂടും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കാം. അതുപോലെ കത്തിച്ചൊലിക്കുന്ന തീ പിന്നെയും മൂടിക്കളയും, പിന്നെയും ഹൃദയങ്ങളോളം ചെന്നെത്തും, പിന്നെയും രക്ഷപ്പെടാൻ നോക്കും, പിന്നെയും മൂടിക്കളയും അല്ലേ. അടച്ചു പൂട്ടപ്പെടുന്ന തീ, അത് കാരണം ഉള്ളും പുറവും അല്ലേ വെന്തുരുക എന്നാണ് പറയുന്നത്. അല്ലാഹു നമ്മളെല്ലാവരെയും നരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരീരത്തിനകത്തുള്ള ഹൃദയത്തിലേക്ക് പോലും തീ ആഴ്ന്നിറങ്ങും. ആ നരകശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനമില്ല. ഉയർന്ന തൂണുകൾ പോലെ കത്തിയാളുന്ന തീജാലകൾ എപ്പോഴും അവരെ വലയം ചെയ്യും. ഭയാനകമായ ഈ അവസ്ഥ ഓർത്ത് സത്യവിശ്വാസം സ്വീകരിക്കുകയും ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യാനുള്ള ആഹ്വാനമാണ് ഈ സൂറത്തിലുള്ളത്. ഇങ്ങനെയുള്ള നരകത്തെപ്പറ്റി അല്പമെങ്കിലും ഭയമുള്ളവർക്ക് അഹങ്കരിക്കാനാവില്ല. അവർക്കൊരിക്കലും തങ്ങളുടെ കൂടെയുള്ളവരെ ഇകഴ്ത്താനാവില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും ചികഞ്ഞ് പറഞ്ഞു നടക്കാനുമാവില്ല. നീളമേറിയ തൂണുകളിൽ അല്ലേ അത്രത്തോളം ഉയരുമെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് അടച്ചു മൂട്ടപ്പെടുക. ഫീ അമദി മുമദ്ദദ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഈ ഒരു തീനെക്കുറിച്ച്, ഭയാനകമായ തീനെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലേ ഇങ്ങനെ ഒരു സൂറത്ത് ഇത് മാത്രം പറഞ്ഞു തരാനായിട്ട് നമ്മൾക്ക് അല്ലേ വിശദമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഈ നാശം, ഈ ഹുതമയിലേക്ക് എറിയപ്പെടുന്നവരായിട്ട് മാറിയാലോ. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളെപ്പോഴും ഓർമ്മിക്കുക, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീനായ തമ്പുരാനെ നമ്മൾ എപ്പോഴും നമ്മുടെ നാവിനെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ഓരോ ചലനങ്ങളെയും പഠിച്ചവനെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണേ. നല്ലതിലേക്ക് മാത്രം നമ്മളെ വഴി നടത്തണേ റബ്ബേ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഇപ്പം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ, അതായത് ഇപ്പം നമ്മുടെ സ്വഭാവം അല്ലേ, സ്വഭാവ സംസ്കരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അഖ്ലാഖ് അല്ലേ, അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും ആദ്യം പഠിക്കുക സംസാരത്തിലെ സൂക്ഷ്മതയാണ് അല്ലേ. ഏതൊരു ഹദീസ് എടുത്ത് നോക്കില്ല, ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അഖ്ലാഖ് എടുത്തപ്പോഴും അതിൽ അല്ലേ അഖ്ലാഖ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ തുടങ്ങുന്നത് എന്താണ്, ബാക്ക് ബൈറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഹദീസിൻ്റെ ബുക്ക് എടുത്തു, സ്വഭാവ സംസ്കരണം, അപ്പോൾ അതിൽ നിന്നാണ് സുബ്ഹാനല്ലാഹ് സംസാരത്തിലെ സൂക്ഷ്മതയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഹദീസ് ഇവിടെ വായിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരടിമ കാര്യമായി ഗൗനിക്കാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വാക്ക് പറയുന്നു, അതുമൂലം അള്ളാഹു അവൻ്റെ സ്ഥാനങ്ങൾ ഉയർത്തുന്നു. ഒരടിമ കാര്യമായി ഗൗനിക്കാതെ അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുന്ന ഒരു വാക്ക് പറയുന്നു, അത് കാരണം അവൻ നരകത്തിൽ പതിക്കാനിടയാവുന്നു. ഒരു നല്ല വാക്ക് മതി നമ്മൾക്ക് സ്വർഗത്തിലേക്ക് അല്ലേ എൻട്രി കിട്ടാൻ. അതോടൊപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഒരു എന്തെങ്കിലും ഇതുപോലെയുള്ള നമ്മളിൽ നിന്ന് വന്നു പോയൊരു കാര്യം മതി അസ്തഗ്ഫിറുല്ലാഹ് നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കേണ്ടേ, നമ്മൾ നാവെന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, കയ്പും മധുരവും ഒരുപോലെ ഉണ്ട്. നല്ലതും പറയാം ചീത്തയും പറയാം. ചിലരോട് നല്ലത് പറയും, ചിലരോട് അല്ലേ നമ്മൾ ഇഷ്ടമില്ലാത്തവരോട് അങ്ങനെ പറയും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇഷ്ടമില്ലാത്തവരോട് നമ്മളെ മനസ്സ് ക്ലിയർ ആക്കാൻ നമ്മൾ എപ്പോഴും, അതല്ലേ ഹൃദയശുദ്ധീകരണം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരാൻ ആരോടും ഒന്നും തോന്നല്ലേ റബ്ബേ അല്ലേ, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. സത്യവിശ്വാസികളാണ് എല്ലാവരും തന്നെ, പിന്നെ എന്തിനാണ് നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ചിന്തിക്കുന്നത്? അവർക്ക് അല്ലേ അവർക്കുള്ളത് അവരുണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു കൂട്ടി അവരെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ അല്ലേ ഇവരിങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞല്ലോ ആയല്ലോ എന്നും ആ ചിന്തയാണ് നമുക്ക് അല്ലേ, എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്ലിയർ ആക്കാൻ എപ്പോഴും നമ്മളെ ഹൃദയത്തിന് ശുദ്ധീകരിച്ചു തരണേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറും മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹ എന്നും നമുക്ക് വേണ്ട ഒരു ദുആണ്, സുജൂദിൽ പറയേണ്ട ഒരു ദുആണ് അല്ലേ. അത് നമ്മളെ നന്നാക്കണ്ടേ നമ്മൾക്ക് ആദ്യം അല്ലേ.
മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മളെ മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ നാവെന്ന് പറയുന്നത് എന്താണ്? കയ്പും മധുരവും ഒരുപോലെയുള്ളതാണ്. ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ നമ്മൾക്ക് മറ്റുള്ളവരെ ഹൃദയങ്ങളെ വശീകരിച്ച് കൂടെ നിർത്താനും അതേപോലെ തന്നെ ബന്ധങ്ങളെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാനും കഴിയും അല്ലേ? ചില ആളുകളെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? അവരെ നല്ല സംസാരം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്, ആ കൂട്ടിപ്പിടിക്കൽ കൊണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാലോ ചില ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ആഴമേറിയ കൂട്ടുകെട്ടുകളെ പോലും എന്താണ് ക്ഷണത്തിൽ തകർത്തെറിയാനും എല്ലാം തന്നെ അല്ലേ നശിപ്പിച്ച് കളയാനും സാധിക്കും. കുടുംബങ്ങൾ തന്നെ നശിച്ച് കളയുന്ന എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ? പ്രത്യേകിച്ച് എല്ലാവരും പെണ്ണുങ്ങളെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പെണ്ണുങ്ങളെ പറയണോ? എല്ലാവരും കണക്കാ, എല്ലാവരും പറയാനുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. ആണുങ്ങൾക്കും പറയാനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് അല്ലേ? അവർക്കൊരു രസത്തിൽ തന്നെ അവർ പറയും, ഇറച്ചി തിന്നാന്ന് പറഞ്ഞ് തന്നെ അവരിരിക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. അവരങ്ങനെ തന്നെ നല്ല നമ്മളെ പെണ്ണുങ്ങളെ സ്വഭാവം എന്ന് വെച്ചാൽ നമ്മളതൊന്നല്ല പറയുന്നുള്ള രീതിയിലായിരിക്കും പെണ്ണുങ്ങൾ നിൽക്കണ്ട. ആണുങ്ങൾ നല്ല രസത്തിൽ അവർ ഒരുമിച്ച് കുറച്ച് ഇറച്ചി തിന്നാൽ നമ്മൾ പണി തന്നെ അതാണ്, കുറച്ച് അങ്ങനെ ഇരിക്കുക, കുറച്ച് കൂടി ഇരിക്കുക എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയുന്നുണ്ടാവും. കുറച്ച് പറഞ്ഞൂടെ, കുറച്ചൊന്ന് പിന്നെ എത്രത്തോളം ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്നാലും പറയാനുള്ളത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ആരും മോശമല്ല അല്ലേ? അള്ളാഹു ഒരാളെ പ്രത്യേകമായിട്ടൊന്നും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, ആണെന്നോ പെണ്ണെന്നോ. ആര് പറഞ്ഞാലും അവർക്ക് നാശം തന്നെയാണ്. ആരായാലും അവർ ഹുതമയിലേക്ക് എറിയപ്പെടുന്ന പോലെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നാവിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഭയങ്കര മൂർച്ചയുള്ള ഒരു കത്തിയാണെന്നാണ് പറയുന്നത് അല്ലേ? നന്മയിൽ അത് ഉപയോഗിച്ച് വിജയം നേടാനും തിന്മയിൽ വിനിയോഗിച്ച് പരാജയം വരിക്കാനും നാവ് കൊണ്ട് സാധിക്കും. ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിലെത്താനും നരകത്തിൽ പതിക്കാനും നാവ് തന്നെ മതിയെന്നാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. സുബ്ഹാനല്ലാഹ്. വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ അത്യാവശ്യം നല്ലോണം വർത്താനം പറയുന്ന ആൾക്കാരാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ അല്ലേ? വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് വിശ്വാസികളുടെ സ്വഭാവമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമുക്ക് ഇല്ലേ ഈ ഒരു നമ്മളുടെ ഈ ഗ്രൂപ്പും നമ്മളുടെ ഒരു കാര്യങ്ങളും കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഫ്രണ്ട്സ് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വാക്കുകളും ആയത്തുകളും ഹദീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നു അല്ലേ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് പഠിക്കണ്ടേ, ഇത് പഠിക്കണ്ടേ അല്ലേ? നമ്മളെന്നും എൻഗേജ്ഡ് ആക്കിയിട്ട് ഇപ്പം നമുക്ക് ആദ്യം മുതൽ പഠിക്കാനുള്ള നമ്മുടെ ഹൃദയത്തിനെ സുബ്ഹാനല്ലാഹ് വസന്തമാക്കാനുള്ള അല്ലേ? നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം നൽകുന്ന നമ്മുടെ നൂറസദരി പഠനവും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എവിടെയാണ് നമുക്ക് മറ്റുള്ള അല്ലേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഒക്കെ നേരം? നമ്മളെ അനുഗ്രഹിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എവിടെയെങ്കിലും ഒരു പാളിച്ച നമുക്ക് വരാതിരിക്കാൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. അത് മാത്രം മതി. സുബ്ഹാനല്ലാഹ് അല്ലേ? എന്തായാലും അള്ളാഹു നമുക്ക് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ അല്ലേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മളെ അല്ലേ ഈ അഖ്ലാഖിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് അഖ്ലാഖ് കൊണ്ട് എന്താണ് നമ്മളെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണ്ട് ഇത് ചെയ്യണ്ട്, പഠിച്ചോനെ ഞാൻ കുറേ നിസ്കരിച്ചിരുന്നു, പഠിച്ചോനെ ഞാൻ അത് ചെയ്തീന് ഇത് ചെയ്തീന് ഒന്നും അവിടെ ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ചെയ്തതൊക്കെ തന്നെ അത് ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ ഈ നമ്മുടെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് അല്ലേ മാർക്സും ഈ തരത്തിൽ നമുക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അള്ളാഹ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. നാവിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അന്ത്യനാളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബാക്കളെ ഉണർത്താറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ റസൂൽ പറഞ്ഞ വേറൊരു ഹദീസ് ഇങ്ങനെയാണ്: ഒരാൾ സൽക്കർമ്മങ്ങളിലൂടെ സ്വർഗത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും, അയാളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു കുന്തത്തിൻ്റെ അകലം മാത്രം അവശേഷിക്കുവോളും. അങ്ങനെ ഇരിക്കെ അയാൾ ഒരു വാക്ക് പറയും, അക്കാരണത്താൽ സ്വനാ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാൾ വിദൂരമായ അകലത്തേക്ക് അയാൾ അകറ്റപ്പെടും. സുബ്ഹാനല്ലാഹ്. നാം നിസ്സാരങ്ങളെന്ന് കരുതി ഉച്ചരിക്കുന്ന ചില വാക്കുകൾക്ക് പോലും ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അല്ലേ? ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിലുള്ള വാക്കുകൾ ചിലപ്പം കുടുംബത്തിലൊക്കെ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞേക്കാം. ഉമ്മമാർ ചിലപ്പം ഒരു മക്കളെ പറ്റി അല്ലെങ്കിൽ ഒരു മകനെ പറ്റി പറഞ്ഞതായിരിക്കാം പെങ്ങളോട്. പക്ഷെ അതായിരിക്കാം അവരുടെ മനസ്സിലൊരു വിഷമമായിട്ട് വരുന്നത്, ആ ഒരു അകലം ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധത്തിനൊരു വിള്ളൽ വീഴുന്നത് അല്ലേ? ഉമ്മമാർ അതൊന്നും വിചാരിച്ച് പറഞ്ഞതായിരിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചു ആവാം, പെങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാവാം അല്ലേ? പിന്നെ ഈ കുറേ ആൺകുട്ടികളുടെ വീട്ടിലാണെങ്കിൽ ആണ് കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് പറയാറുള്ളത്. പല ഇടങ്ങളിൽ നിന്ന് വന്ന ലച്ചി മുത്തച്ചികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും അല്ലേ? അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോൾ മനസ്സുകൊണ്ട് അടുപ്പമുള്ളതായിരിക്കും, അപ്പോൾ മറ്റേ ആളെ കുറിച്ച് പറയും
ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. ഇതൊന്നും ഇല്ലയെന്ന് നമുക്ക് പറയാനൊന്നും പറ്റൂല. നമ്മളിതൊന്നും പെട്ടുപോകരുത്, അത് പെടാനേ പാടില്ല. അള്ളാഹ് കാക്കട്ടെ നമ്മളെല്ലാവരെയും. സുബ്ഹാനല്ലാഹ്. അബദ്ധത്തിൽ പറഞ്ഞു പോയൊരു വാക്ക് മൂലം ജീവിതം തന്നെ ഒരു പ്രശ്നങ്ങളിലായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നേരെ മറിച്ചും സംഭവിക്കാം അല്ലേ, നമ്മൾ അത്തരക്കാരിൽ ഉൾപ്പെടട്ടെ. ഒരു നല്ല വാക്ക് സമൂഹത്തെ മുഴുവനും ഉത്തേജിപ്പിക്കുകയും നന്മയിലേക്കുള്ള അനേകം കവാടങ്ങൾ തുറക്കാൻ നിമിത്തമാവുകയും ചെയ്യും. വെറുപ്പും വിദ്വേഷവും മറന്ന് ആളുകൾ ഒന്നിക്കാൻ സ്നേഹപൂർണ്ണമായ ചില വർത്തമാനങ്ങൾ മതി. ഏറ്റവും വലിയ ദിക്ർ എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരാൾ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവരതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കണം. ഇത്രയും വലിയൊരു കാര്യമാണല്ലേ, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. കുറേ ആയി അവർ ശ്രമിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബന്ധം നേരെയാക്കി കൊടുക്കട്ടെ. അവർ ഏറ്റവും നല്ല ഇണക്കത്തിലേക്ക് ആക്കാൻ അവർ പരിശ്രമിക്കുന്ന അവർക്ക് അതിന് സാധിക്കട്ടെ. അവർക്ക് ആ ഒരു പ്രതിഫലം നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം അവർ എത്രയും നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ട്. കുറേ നാളുകളായിട്ട് പിരിഞ്ഞിരിക്കുന്ന 2 സഹോദരങ്ങൾ, റബ്ബ് അവർക്കിടയിൽ ഇണക്കം ഉണ്ടാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ്, ആളുകൾക്ക് ഈ നന്മയുണ്ടാക്കുക അല്ലെങ്കിൽ ഇണക്കം ഉണ്ടാക്കുക, തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ നമ്മളുടെ വാക്കുകൊണ്ട് അല്ലേ നമ്മൾക്ക് ഇണക്കം ഉണ്ടാക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അള്ളാഹു അത് പുറത്ത്, ഇതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ചെയ്തോ എന്തെങ്കിലും ആക്കി പോയിട്ട് അള്ളാഹ് അതിനോട് നമുക്ക് പുറത്ത് തരുമല്ലോ. ആ നിയത്തിൽ തന്നെ എവിടെയെങ്കിലും നമുക്ക് ചാൻസ് കിട്ടിയാൽ ഇണക്കം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, പിണക്കങ്ങൾ വിഷമങ്ങളൊക്കെ നമ്മളോട് പറയുമ്പം നന്മയുടെ അങ്ങനെ പറഞ്ഞോ, എന്താ അല്ലേ മൂപ്പരെന്താ ഇങ്ങനെ, ഒരിക്കലും അങ്ങനെ പറയരുത്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. നമ്മളൊന്ന് കുറച്ചുകൂടി അവരോട് നല്ലപോലെ നിന്ന് നോക്കുക. ചേഞ്ചസ് ഉണ്ടാവും തീർച്ചയായിട്ടും. അല്ലല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നന്മ കൊണ്ട് മുന്നേറൂ, നമുക്ക് നന്മകൾ മാത്രമേ വരുള്ളൂ അല്ലേ. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു വർദ്ധിപ്പിച്ചിരുന്നത്. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് നമുക്ക് ബാക്കോട്ട് വെക്കാനുള്ളത് അല്ലേ. നന്മകൾ കൊണ്ട് നമ്മൾ മുന്നേറും. നമ്മുടെ കാര്യങ്ങൾ അല്ലേ ഓരോന്നും ഓരോ ഇണക്കങ്ങളും ഓരോ ബന്ധങ്ങളും ഏറ്റവും നല്ലതാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റിത്തരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും എന്താണ്, വെറുപ്പും വിദ്വേഷവും പറഞ്ഞ ആളുകൾ ഒന്നിക്കാൻ നല്ല വർത്തമാനങ്ങൾ മതി. ആ വർത്തമാനങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് നമുക്ക് മാറണം. ഈ പറഞ്ഞ ഈ ഹുമസയിൽ നമ്മൾ പറഞ്ഞ നാശക്കാരിലല്ല നമ്മൾ അല്ലേ, അതിന് പകരം നമ്മൾ നേരെ തിരിഞ്ഞു അല്ലേ. അത് ആ നാശക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ചു, അവരിങ്ങനെയൊക്കെയാണ് അവരങ്ങനെയൊക്കെയാണ്, ശരിയാണ്, അവരവിടെ മാറി നിൽക്കട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മളെ വാക്കുകൊണ്ട്, നമ്മളുടെ അല്ലേ നല്ല സംസാരം കൊണ്ട്, നല്ല കൂട്ടിച്ചേർക്കലുകൾ കൊണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ കൊണ്ട്, അതിനുവേണ്ടി നമ്മൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക, അങ്ങനത്തെ നല്ല പരിപാടികളൊക്കെ നമ്മൾ ഉണ്ടാക്കുക അല്ലേ. അല്ലാതെ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ എപ്പോഴും ഗെറ്റ് ടുഗദറുകൾ, അത് ഈ ഷോ ഓഫ് കാണിക്കാനുള്ള പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമുക്കില്ല. നമ്മൾ ആ പരിപാടിൻ്റെ ആൾക്കാരേ അല്ല അല്ലേ. ബന്ധങ്ങൾ നന്നാക്കാൻ എവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മൾ പോയിരിക്കണം. സുബ്ഹാനല്ലാഹ്. സമൂഹത്തിൽ നല്ല ചലനങ്ങൾക്ക് നിമിത്തമാക്കുന്ന വാക്കുകൾ അത് മൊഴിഞ്ഞ വ്യക്തിക്ക് ഗുണകരമായി ഭവിക്കുകയും ചീത്തയായ കാര്യങ്ങൾക്ക് പ്രചോദനമാകുന്ന വാക്കുകൾ അത് പറഞ്ഞതിന് ദോഷകരമായി ഭവിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ഹദീസുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വായിച്ചാൽ തീരൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നൊരു ദിവസം ഈ ഒരു നല്ല വാക്കുകളെക്കുറിച്ച് പറയേണ്ടെന്ന് അല്ലേ. നമുക്ക് ഒരുപാടുണ്ട്. ഞാൻ ഹദീസിൻ്റെ പേജ് നോക്കുമ്പോൾ അതിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, അതിൻ്റെ അടുത്ത ചാപ്റ്ററിൻ്റെ ഒരു എന്താ പറയുക ഹെഡിങ് ഒന്ന് വായിക്കാം. ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ അതൊന്ന് വായിച്ചാൽ അല്ലാഹു അക്ബർ. ഈ ഒരു ഈ ഒരു പരദൂഷണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വ്യഭിചാരത്തേക്കാൾ വലിയ പാപം ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ, അതാദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യഭിചാരം എന്താണ്? അതിനേക്കാട്ടിലും വലിയ പാപമാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിന് മുമ്പ് നമുക്ക് തോന്നുന്നു ഇപ്പം അടുത്ത ക്ലാസ്സിലെങ്ങാണ്ട് ഈ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ ഒന്നുകൂടെ വായിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അസ്ലം ഗോത്രക്കാരനായ മായിസ് ബിൻ മാലിക് പ്രവാചകന്റെ സന്നിധിയിൽ വരികയും വ്യഭിചാരത്തിനുള്ള ശിക്ഷ തൻ്റെ മേൽ നടപ്പാക്കണമെന്ന് 4 തവണ ആവർത്തിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് എറിഞ്ഞുകൊല്ലൽ ശിക്ഷ വിധിക്കുകയുണ്ടായി. കുറേ പറഞ്ഞതിന് ശേഷമാണ്, അതൊക്കെ നമുക്കറിയാലോ. പിന്നീട് ഒരിക്കൽ പ്രവാചകനും കുറച്ച് അനുയായികളും മായിസ് വധിക്കപ്പെട്ട പ്രദേശത്തു കൂടി നടന്നു പോവുകയായിരുന്നു. ഒരാൾ പറഞ്ഞു, ഇയാൾ എന്തൊരു വിഡ്ഢിയാണ്. പല പ്രാവശ്യം ഇയാൾ നബിയുടെ അടുക്കൽ വന്നു. ഓരോ തവണയും അവിടുന്ന് അയാളെ തിരിച്ചയച്ചു. എന്നിട്ടും ഒരു നായ കൊല്ലപ്പെടുന്നത് പോലെ കൊല്ലപ്പെട്ടു. ഇത് കേട്ട് ചത്ത് വീർത്ത് കൈകാലുകൾ എഴുന്നു നിൽക്കുന്ന ഒരു കഴുതയുടെ സമീപത്ത് അവരെത്തി. അതുവരെ റസൂലൊന്നും പറഞ്ഞില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇത് ഭക്ഷിച്ചുകൊള്ളൂ.
അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ കഴുതയുടെ ശവമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം മുമ്പ് നിങ്ങളുടെ സഹോദരൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തി. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇത് ഭക്ഷിക്കുന്നവനേക്കാൾ ഗുരുതരമാണ്. മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് നിശ്ചയം. മായിസ് സ്വർഗീയ അരുവികളിലൊന്നിൽ ഇപ്പോൾ നീന്തി തുടിക്കുകയാണ്. നമുക്കറിയാലോ, ഇസ്ലാം എത്രത്തോളം വിലക്കിയിട്ടുള്ള ഏറ്റവും വലിയ മഹാപാപങ്ങളിലൊന്നാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വിവാഹിതനെങ്കിൽ വധശിക്ഷയും നിർബന്ധമാകുന്ന ഏറ്റവും വലിയൊരു അതീവ ഗുരുതരമായ കുറ്റം. വ്യഭിചാരത്തിലേക്ക് ഒരു കാരണവശാലും അടുക്കരുതെന്നാണ് പറഞ്ഞിട്ടില്ലേ. അതിലോട്ട്, അതായത് ഒരു കണ്ണുകൊണ്ട് പോലും, അതാണ് നമ്മളത് ആ കാര്യം ചെയ്യുക എന്നുള്ളത് അല്ല, അതിലോട്ട് ഒരു നോട്ടം കൊണ്ട് പോലും വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ വ്യഭിചാരത്തെക്കാട്ടിലും കഠിനമായതും ദീൻ കർശനമായി വിലക്കിയിട്ടുള്ളതുമായ ചില പാപങ്ങളുണ്ട്. പരദൂഷണം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഹദീസ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഒന്ന് ചെയ്തു പോയ ആ ആൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും. കാരണം എന്താണ് ഈ പറഞ്ഞ ഇവരുടെ അമലുകളെല്ലാം അദ്ദേഹം എന്താണ് ചെയ്തത് ആ ശിക്ഷയെ പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ശിക്ഷയെ ഏറ്റുവാങ്ങിയത്. അത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമായിരുന്നു ആ ഒരു കാര്യമായിരുന്നു. ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ആ ദുനിയാവിലുള്ള ആ ഒരു ശിക്ഷ കൊണ്ട് അത് തീർത്തിട്ടാണ് മായസ് പോയത്. എന്നാൽ അവരെ കുറിച്ച് പറഞ്ഞവരെ കുറിച്ച് റസൂല് പറഞ്ഞു നോക്കൂ, ചത്ത കഴുതയെ തിന്നുന്നവരെ പോലെ. അപ്പോൾ ദുനിയാവിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നതോ തൊട്ടടുത്തൊന്നും ആവണമെന്നില്ല, പലപ്പോഴും നമുക്ക് കാണുന്ന ന്യൂസുകളിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അവരെക്കുറിച്ചൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് നമ്മളൊക്കെ അറിയാതെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ന്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് അങ്ങനത്തെ ഒന്നും ആരുടെയും ശവം തിന്നുന്നവരായിട്ട് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമോ? അതിന് കഴിയുന്നവരാണോ നമ്മൾ? അസ്തഗ്ഫിറുല്ലാഹ്. അതേപോലെ തന്നെയാണ് ഊഹത്തിനെ കുറിച്ചും പറയുന്നത് നല്ല ഊഹം നല്ലതാണ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ നല്ലത് ചിന്തിച്ചാൽ ഇബാദത്താക്കി മാറ്റാം. നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ മാത്രം നമ്മൾ. അവരങ്ങനെയല്ല, അവരിങ്ങനെയാണ് ആരെങ്കിലും ഊഹം ഇങ്ങനെ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളോട് ഇതാക്കുന്നുണ്ടോ, അവരങ്ങനെയാണോ, അവരിങ്ങനെയാണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളതൊന്നും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ല. അവരൊക്കെ എത്രയോ നല്ല, അതായത് ആ പറയുന്ന ഊഹത്തിനെ പോലും നന്നാക്കാൻ പറ്റുന്ന നാവായി മാറണം നമ്മുടെ നാവ്. സുബ്ഹാനല്ലാഹ്. വിശ്വസിച്ചവരെ അധികം ഊഹിക്കുന്നത് നിങ്ങൾ വർജിക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ ഊഹങ്ങൾ കുറ്റകരമാകുന്നു. ചുഴിഞ്ഞന്വേഷിക്കുകയും ചെയ്തത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്കും അങ്ങനെ, എന്താ ഓരങ്ങനെ, എന്താ ഓർക്കാ സംഭവിച്ചത് കല്യാണം എന്താ മുടങ്ങിപ്പോയത്, എന്താ ഓരോ കല്യാണം മാത്രം എപ്പോഴാണ് എന്താ അങ്ങോട്ട് സെറ്റാവാത്തത്, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇതുവരെ ജോലിയായിട്ട് ഇങ്ങനെ തോണ്ടി ചൊറിഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുക. ചിലപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ച് വേറൊരാളുടെ കാര്യങ്ങളും വരുമ്പം ചിലപ്പം പറയുന്നുണ്ടാവും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് വിഷമാകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഞാനിത് പറഞ്ഞത് തെറ്റായിപ്പോയല്ല, എനിക്ക് വിഷമമുണ്ട്, ഞാനതുപോലെ പറഞ്ഞപ്പോൾ അന്നേരമെങ്കിലും ഓർക്കുമായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള നിസ്സാരമായിട്ട് നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ എന്താ ചോദിക്കുന്ന, ഓരോ കല്യാണം ഉറച്ചില്ലേ എന്ന് ചോദിക്കല്ലേ, അല്ലെങ്കിൽ അവർക്ക് ജോലി ആയില്ലേ എന്ന് ചോദിക്കല്ലേ, അവർക്ക് എന്താ മക്കളാവാത്തതെന്ന് ചോദിക്കല്ലേ ഇതൊക്കെ നല്ല ആൾക്കാരുടെ ഇടയിലിട്ട് ചോദിക്കാൻ എന്ത് പർദ്ദയും അക്കനെയും നിക്കാബും ഇട്ട ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും കേട്ടിട്ടുണ്ടാവും, അനുഭവം ഉണ്ടാവും എല്ലാവർക്കും തന്നെ. എന്താണേക്കും ഇവരിങ്ങനെ ഓർക്ക് മാത്രം കുറേ ഒരു ഭയങ്കര ഇതൊക്കെ ആണല്ലോ, എന്നിട്ട് ഓർക്ക് എന്താണേക്കും ഇങ്ങനെ. അല്ലാഹു അക്ബർ. നമ്മൾ പറയേ വേണ്ട, ഊഹിക്കേണ്ട, ചുഴിഞ്ഞന്വേഷിക്കേണ്ട മറ്റവരോട് ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യണ്ട. ആരെക്കുറിച്ചും നിങ്ങളിൽ ഒരാളും ആരെക്കുറിച്ചും പരദൂഷണം പറയരുത്. നിങ്ങൾ ആരെങ്കിലും മരിച്ച സഹോദരൻ്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ അത് വെറുക്കുകയാണല്ലോ എങ്കിൽ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാകുക. തീർച്ചയായും അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയാപരവനുമാവുന്നു. സൂറത്തുൽ ഹുജറാത്ത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അതിലെ ആയത്താണ് 12ാമത്തെ ആയത്ത്. ഗുജറാത്ത് പഠിച്ചവരാണെങ്കിൽ ഈ ഒരു ആയത്തിനെ കുറിച്ച് തദബ്ബുർ ചെയ്യാത്തതായിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഒരു തരത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും തെറ്റാണെന്നാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഊഹം തെറ്റാണ്. ഊഹിക്കാനുള്ള സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്, അത് പ്രത്യേകം പറയുന്നുണ്ട് അസ്തഗ്ഫിറുല്ലാഹ്. അതിനൊക്കെ ഒരുപാട് ഹദീസുകൾ അതിനെക്കുറിച്ചുണ്ട്. റസൂല് തന്നെ ഇതെൻ്റെ ഭാര്യയാണെന്നല്ലേ പ്രത്യേകം മോൻ ആരോ അപ്പുറത്തൂടെ പോകുമ്പോൾ എന്തിനാ റസൂലെ അങ്ങനെ പറയണത്? വേണ്ട, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാണ്. ഈ കുറച്ച് മാറിക്കൊണ്ടായിരുന്നല്ലോ നിന്നത്, അപ്പം അതുകൊണ്ട് അങ്ങനെ പോലും പറയുന്നുണ്ട്. അപ്പം നമ്മളും തന്നെ തെറ്റിദ്ധാരണകൾക്ക് ഒരു തരത്തിലുള്ള കാരണങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല.
നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കാനും പോകണ്ട. നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പറയുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറണം. അത് മാത്രമേ നമുക്ക് നീയത്തുള്ളൂ. അല്ലെങ്കിലോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പറഞ്ഞു പോയൊരു കാര്യം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരായി തീരുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതിയല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഇനി അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ചിലരുടെ നമുക്ക് നേരിട്ടറിയാം അല്ലേ, നമ്മളോട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാകും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാവാം, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ചിലപ്പോൾ അതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേറൊരാളോട് അതിനെക്കുറിച്ച് പറയാൻ നിൽക്കരുത്. അവർക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവർ ഭയങ്കര ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനാണതിൽ ഇതുണ്ടാക്കിയത്, എല്ലാം നഷ്ടപ്പെട്ടില്ല. ഏറ്റവും വലിയ ദിക്റാണ് ഇണക്കം ഉണ്ടാക്കുക. ആ ഇണക്കം ഉണ്ടാക്കിയ പ്രതിഫലം പോലും നഷ്ടപ്പെടുന്നവരായിട്ട് തീരും. അസ്തഗ്ഫിറുല്ലാഹ്. അവർ പറയാൻ പറ്റാത്ത സംഗതികൾ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ നമുക്കറിയാലോ, ഈ വാട്സപ്പും അതും ഇതും ഒക്കെ ആയിട്ട് ഈ പഴയ കൂട്ടുകാരും ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല കച്ചറ, കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള എല്ലാ കച്ചറകളും ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ ഈ വന്നുകൂടിയിരിക്കുന്ന നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടാകും, പക്ഷേ നമ്മളെപ്പോലെ എത്രയോ ആൾക്കാരുണ്ടാകും ഇപ്പോഴും ഈ ഫോണിൽ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്ന. ഇത്തരത്തിൽ ഫ്രണ്ട്സ്, കൂട്ടായ്മ, അതിൽ പോവുക, അതിന് ഷോഫ് കാണിക്കുക ബന്ധങ്ങൾ, പഴയ ബന്ധങ്ങൾ, കാര്യങ്ങൾ ഒന്നും അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും വ്യഭിചാരത്തിനോട് അടുക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയച്ചുകൊണ്ട് ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ അതിലൊന്നും എന്താക്കണ്ട, പോകാനും പോകണ്ട. നമ്മളെ കൊണ്ട് തെറ്റ് തിരുത്താൻ പറ്റിയവരാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ മാറ്റി നിർത്തുകയും ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂനതകളെ കുറിച്ച് എടുത്തു പറയാനോ ദൗർബല്യങ്ങളെക്കുറിച്ചോ ആലോചിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് നടക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ പറഞ്ഞ ആൾക്കാരോ പലതും നമ്മൾ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവും. അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ തെറ്റ് തിരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി ക്ലീൻ. ഓക്കെ, അവിടെ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ റെക്കോർഡ് അത് ഒരു നല്ല കാര്യമായിട്ട് അവിടെ കിടക്കട്ടെ. അത് ആരോടെങ്കിലും വലിയ വീമ്പ് പറഞ്ഞ് അഹംഭാവം പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടുത്തി കളയണ്ട. നമുക്കൊക്കെ ഒരുപാട് ചിലപ്പം ഇങ്ങനെ നമ്മളുടെ ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളിലേക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ആ ഒരു അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്താൻ വലിയ പ്രതിഫലമാണ്. അത് നമ്മളാരും പറഞ്ഞ് നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് ഇങ്ങനെ വല്ല ചാൻസും കിട്ടിയാൽ നമ്മളത് ചെയ്യാം. ഇത് എൻ്റെ അവിടെ റെക്കോർഡിൽ നീ അവിടെ വെച്ചോ, എൻ്റെ ബോക്സ് തുറക്കുമ്പോൾ നിറഞ്ഞിരിക്കാൻ അത് ചിലപ്പോൾ ആ ഒരു ഇണക്കം ഉണ്ടാക്കിയ ഒരു കാര്യം മതിയാവുമല്ലോ. ചിലരൊക്കെ അങ്ങനെ നടന്നോട്ടേ എന്ന് പല കണ്ണിൽ മുന്നിൽ കണ്ടിട്ട് അങ്ങനെ നടന്നോട്ടേ എന്ന് നമ്മൾ വിചാരിക്കരുത്. പറഞ്ഞ് കൊടുക്കാനുള്ള നമുക്ക് ആ ഒരു ഇപ്പം ഈ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ വിഷയം ഉണ്ടാകുന്നത് തന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ട് കൂടിയാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എവിടെയെങ്കിലും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മളെ നല്ല വാക്കുകൊണ്ട് നല്ല വർത്താനം കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, അത് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്മകൾ കൂട്ടാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും വലിയ ദിക്റാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പറയാം അത് നടക്കുമോ, അപ്പോൾ നന്നാക്കൽ നടക്കുമോ എന്നല്ല, അത് ആരാണ് ആ ഇണക്കം ഉണ്ടാക്കുന്ന ആരാണ്? റബ്ബ് സുബ്ഹാനഹു തആല അല്ലേ. നമുക്ക് എന്തിനാ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ അള്ളാഹ് ശരിയാക്കി തരാത്തത് അല്ലേ? നമുക്ക് കിട്ടുന്ന വലിയൊരു ചാൻസും അല്ലേ, വലിയൊരു ഒരു ഇബാദത്താണത്. അപ്പോൾ അത് ചെയ്യാൻ അള്ളാഹ് തന്ന ചാൻസ്, എനിക്കതിൽ പ്രതിഫലം നേടണം, ആ ഒരു ഇണക്കം ഉണ്ടാക്കി എന്നിലൂടെ ആ ഒരു ഇണക്കം ഉണ്ടാക്കി താറബേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാമല്ലോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെ തന്നെ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു ഹദീസും കൂടെ, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം മുമ്പ് എപ്പോഴോ തമാശക്കായിട്ട് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. റംസാൻ കഴിഞ്ഞ് ഞങ്ങൾ സമാരിയിൽ തിരിച്ചെത്തിയ സമയത്ത് ഫ്രണ്ട്സിനോട്, അന്നൊക്കെ ഖുറാൻ ക്ലാസ് പോയി തുടങ്ങിയ ഒരു കാലമാണ്. അപ്പോൾ പറഞ്ഞു, നാട്ടിലെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കിടന്നുറങ്ങി റംസാനിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ കാണുമ്പോൾ ദേഷ്യം പിടിക്കും. നമ്മൾ ഖുറാൻ പഠിക്കണവരായി പോയല്ലേ, ചീത്ത അറിയാനും പറ്റൂലല്ലോ. അപ്പം അങ്ങനെയല്ല, നമുക്ക് എത്രയെന്ന് വെച്ച് പറയും. പക്ഷേ നമ്മൾ ആ ഒരു കാര്യം എനിക്ക് എപ്പോഴും ഓർത്തു പോകും ഈ ഒരു ഹദീസ് വായിക്കുന്ന സമയത്ത്. പരദൂഷണം കേൾക്കുന്നതും പറയുന്നതും ഒരുപോലെ കുറ്റകരമാണെന്ന് ഒരു ചരിത്ര സംഭവം ഇങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും പ്രവാചകന്റെ കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമായി ഒരു വേലക്കാരനുമുണ്ട്. ഒരു ദിവസം അബൂബക്കറും ഉമറും ഉറങ്ങി എണീറ്റപ്പോൾ ആ ഒരു വേലക്കാരൻ ഉണർന്നിട്ടില്ല. അവരിൽ ഒരാൾ പറഞ്ഞു, ഇയാൾ വല്ലാത്തൊരു ഉറക്കക്കാരൻ തന്നെ.
അസ്തഗ്ഫിറുല്ലാ. പിന്നീട് അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പ്രവാചകനോട് അല്പം കറി ആവശ്യപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയും കറി ഉപയോഗിക്കുകയും ചെയ്തുവല്ലോ. അവർ ചോദിച്ചു, പ്രവാചകരെ, എപ്പോഴാണ് ഞങ്ങൾ കറി ഉപയോഗിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ കൂട്ടുകാരൻ്റെ ന്യൂനതകൾ എടുത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ കുറച്ചു മുമ്പ് അവൻ്റെ മാംസം തിന്നപ്പോൾ. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മാംസാവശിഷ്ടങ്ങൾ രണ്ടുപേരുടെയും മുൻപല്ലുകളിൽ ഞാൻ കാണുന്നുണ്ട്. അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വേലക്കാരനെ ചെന്ന് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവനോട് ആവശ്യപ്പെടുക. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. സുബ്ഹാനല്ലാഹ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഈ സംഭവത്തെ ഇപ്രകാരം വിശദീകരിക്കുന്നു. നോക്കുക, തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് അയാൾ വല്ലാത്തൊരു ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞത് അവരിൽ ഒരാൾ മാത്രമാണ്. മറ്റേ ആളത് കേൾക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറ്റത്തിൽ രണ്ടുപേരെയും ഒരുപോലെ പങ്കാളിയാക്കിയിരിക്കുന്നു. അതിനർത്ഥം പരദൂഷണത്തിന് ചെവി കൊടുക്കുന്നവൻ തൻ്റെ ഹൃദയം കൊണ്ടോ നാവ് കൊണ്ടോ അതിനെ നിഷേധിക്കുന്നില്ലെങ്കിൽ ഒന്നാമനെ പോലെ അവനും തെറ്റിൽ പങ്കാളിയാണ് എന്നത്രേ. സുബ്ഹാനല്ലാഹ്. സ്വന്തം സഹോദരനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ പങ്കാളിയാകുകയോ അതിൽ കൂട്ടുനിൽക്കുകയോ അല്ല ആര് ചെയ്യേണ്ടത്, ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് അവൻ്റെ സഹോദരൻ്റെ അഭിമാനം സ്വന്തം അഭിമാനമായും അതിനു മേൽ നടത്തുന്ന കയ്യേറ്റം, സ്വന്തത്തിന് മേലുള്ള കയ്യേറ്റവുമായി കണ്ടിട്ട് അതിനെ തടയുക. അവൻ അങ്ങനെയല്ല, അവൻ ക്ഷീണം കൊണ്ടായിരിക്കും ഉറങ്ങിപ്പോകുന്നത് എന്ന് പറയാനുള്ള നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ചെന്തെങ്കിലും അമലുകൾ ചെയ്യുമ്പോൾ അവരാരെങ്കിലും ഉറങ്ങുന്നുണ്ട്, അവർക്ക് അവർ ചെറിയ മക്കളോ കുട്ടികളോ ഒക്കെ ഉള്ളവരായിരിക്കും. അവരതുകൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നത്. റമളാനല്ലേ, കുറച്ചുകൂടി നമ്മൾ ഈ ബാത്തുകൾ ചെയ്യേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾക്ക് അവിടെ ആവശ്യമായിട്ട് വരും. അതല്ലാതെ എന്താവരുത്, നമ്മളവരെ കളിയാക്കുന്ന പോലെ നമ്മളെന്തോ വലിയ സംഭവം ചെയ്യുന്നവരും ഖുർആൻ പഠിക്കുന്നവരും അവർ ഈ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാതെ അവരൊക്കെ പിന്നീട് അവർ പഠിക്കുകയും അവർ അമലിൻ്റെ ഏറ്റവും നല്ല ലോകത്തേക്ക് അവരെത്തിയിട്ടും ഉണ്ടാവും. അവിടെ നമ്മൾ ഈ പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ, എവിടെയൊക്കെ എന്തൊക്കെ അറിയാതെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ് ആലോചിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഉറക്കക്കാരനാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള വേറെ വാക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഇത്ര വലിയതാ, നമ്മൾ അങ്ങനെയൊക്കെയല്ലേ നമ്മളും പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ അതുപോലും റസൂൽ ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിഷ ബീവി എന്തോ ഒരു കുറിയ സ്ത്രീ എന്തോ പറഞ്ഞതിനെ കുറിച്ചും ഉണ്ടല്ലോ, അതിവിടെ തന്നെ ഉണ്ടാവും ഹദീസിലുണ്ട്. ഞാൻ അതെല്ലാം കൂടെ വായിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയുന്നവർ തന്നെയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, എന്നെ മാത്രം അതോടൊപ്പം നിങ്ങളെയും എനിക്ക് ഓർമ്മിപ്പിക്കാനായാൽ, ഒരു വാക്കിൽ ഒരു പ്രവൃത്തിയിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാനായാൽ അത് മാത്രമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലത് മാത്രം പറയുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും അത് മാത്രമായിട്ട് മുന്നോട്ട് നീങ്ങാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ലത് എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും നന്മകൾ, ഏറ്റവും നല്ലതും ഏറ്റവും നല്ല സംസാരം അത് മാത്രമാണ്. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും സാധിച്ചാൽ തന്നെ നമ്മൾ ആരായിട്ട് മാറും? മുത്തഖികളായിട്ട് മാറും. ആ ഒരു ഹുദായെ പിൻപറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുത്തഖികളായിട്ട് മാറും, നമ്മൾ മുഹ്സിനീങ്ങളായിട്ട് മാറും. അങ്ങനെയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളൂ. അള്ളാഹു യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള എല്ലാം ചെയ്തു എല്ലാം നഷ്ടക്കാരായി മാറുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ആ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. അവിടെ പരലോകത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോക്സ് അത് തുറക്കുമ്പോൾ നമുക്കതിനകത്ത് നിറച്ചും വേണം റബ്ബേ, നിറച്ചും എന്ന് വെച്ചാൽ അത്രയും നിറച്ചും വേണം. നമ്മളെല്ലാ കാര്യങ്ങൾ കൊണ്ട് ഒന്നും നഷ്ടപ്പെടരുത് റബ്ബേ. നിൻ്റെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഞങ്ങൾക്ക് ഉൾപ്പെടണമെങ്കിൽ അത് നിറയെ സംഗതികൾ നമുക്ക് വേണം റബ്ബേ. അതിനനുസരിച്ചുള്ള ഇൽമും അമലും റബ്ബേ നീ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ റബ്ബേ. തെറ്റുകൾ വലുതും വന്നു പോകുന്നുണ്ടാവും, അറിവില്ലായ്മ മൂലമാണ് നാഥ. കുറച്ചറിവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഇതുവരെ ഒരു അറിവില്ലാത്തൊരു കാലവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നും അറിയാതെ പലതും പറഞ്ഞോ ചെയ്തോ ഒക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഇൽമിൻ്റെ സദസ്സിലിരുന്ന് റബ്ബേ ഞങ്ങളെല്ലാവരും നിന്നോട് തേടുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആരെയും നോപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ അവരെ മനസ്സിൽ നിന്ന് അത് അവർക്ക് പുറത്തു തരാനുള്ളൊരു മനസ്സ് നീ അവർക്ക് കൊടുക്കണമേ. നീ ഞങ്ങൾക്കത് പുറത്തു തരികയും നാളെ ഞങ്ങൾ അമലുകൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ആക്കുകയും ചെയ്യില്ല റബ്ബേ. അതെല്ലാം പുറത്ത് തന്ന് എല്ലാം പുറത്ത് തന്ന് നമ്മളുടെ ഏറ്റവും നിറഞ്ഞ ബോക്സുമായി നിൻ്റെ മുന്നിൽ നല്ലപോലെ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളെ ഈ എല്ലാ കൂട്ടുകാരും തന്നെ അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷത്തോടു കൂടി നീ ഞങ്ങളുടെ ബോക്സ് തുറക്കുകയും അതിലുള്ള എല്ലാം കർമ്മങ്ങളെല്ലാം നീ തൂക്കി നോക്കുകയും ഇഷ്ടത്തോടു കൂടി
നമ്മളെ വിളിച്ചു കയറ്റണം സ്വർഗത്തിലേക്ക്. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് തൃപ്തിപ്പെട്ട അള്ളാഹു നമ്മളിലും തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട് നമ്മളും തൃപ്തിപ്പെട്ടവരാണ്. കാരണം നമ്മളുടെ എല്ലാം കൊണ്ടും അള്ളാഹിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹും തൃപ്തിപ്പെട്ടവനാണ് നമ്മളിൽ. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മളെല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇഷ്ടത്തോടു കൂടിയാണ് നമ്മളോട് കയറിക്കോളാൻ പറയുന്നത്. അങ്ങനെ കയറാൻ പറ്റണം. വെറുതെ കയറിയാൽ പോരാ നമുക്ക്, അല്ലേ? നമ്മുടെ ആഗ്രഹം അതാണ്. അള്ളാഹു സ്നേഹത്തോടു കൂടി നമ്മൾ അതിലേക്ക് വിളിച്ച് കയറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലേ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിൽ പല പല ഫിത്നകളും ഉണ്ട്. ആ ഫിത്നകളിലൊന്നും ഉൾപ്പെടാതെ നമ്മളെ മക്കളെയും നമ്മളെ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മകളിൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നയിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു തെറ്റുകളിൻ്റെ പുറത്ത് മാപ്പാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ വദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയ്യുഹാ വമൗലാഹാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയതി. റബ്ബനാ വതഖബ്ബൽ ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. آمين آمين يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ ഇന്നത്തെ സൂറത്തുൽ ഹുമസയുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നതിനെക്കുറിച്ച് തന്നെ നമുക്ക് അത്രയും ബോധ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് എന്നെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കാര്യം ഇന്ന് സംസാരിച്ചത്. അല്ലാഹു തെറ്റുകളുണ്ടെങ്കിൽ പുറത്ത് തരട്ടെ. നമുക്ക് കൂടുതൽ നന്മയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ നയിക്കട്ടെ. ആമീൻ. അപ്പം ഭയങ്കരമായിട്ടൊരു പേടിയുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളെപ്പോഴും പറയുമ്പോൾ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, അത് അള്ളാഹു വേറെ ആരോടും അല്ല പറഞ്ഞത്, വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയരുത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവും. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആർക്കെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഇനി എൻ്റെ കൂട്ടത്തിൽപ്പെട്ട എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ എൻ്റെ എന്നല്ല എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള വാക്കുകളോ സംസാരങ്ങളോ ഉണ്ടായാൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തണം. എന്നെയും തിരുത്തണം, അതുപോലെ നമ്മൾ അങ്ങോട്ടും. പലതരത്തിലുള്ള വിഷമങ്ങളും പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞതാണ്. എന്നാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, വിഷമങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആരെക്കുറിച്ചാണോ അവർക്ക് വിഷമം ഉണ്ടായിട്ടുള്ളത് അവരോട് നല്ല രീതിയിലാകുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതല്ലാതെ അത് കുത്തി അവരെ മുറിവേൽപ്പിച്ച് അതോടൊപ്പം തന്നെ അതിനെ പഴുത്ത് ചീച്ച് നാറുന്ന അവസ്ഥയിലേക്ക് നമ്മളാക്കി തീർക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ചോദിച്ചല്ലോ, അതായത് നമ്മളിപ്പോൾ ഒരാളോട് തടിച്ചോ അല്ലെങ്കിൽ മെലിഞ്ഞോ എന്നൊക്കെ പറയുമ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്താനം നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. നമ്മൾ തീരുമാനം എടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇൻഷാ അല്ലാഹ് ഞാനും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ഒരാൾക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം കിട്ടുന്ന തരത്തിലുള്ള വാക്കുകളാവട്ടെ നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അത് മക്കളോടായാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെവിടെയാണ് ഇപ്പോൾ നമ്മളെടുത്ത് ഒരാൾ കുറച്ച് നമുക്ക് അറിയാം അവർ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാമായിരിക്കും. പക്ഷെ അവർക്ക് സന്തോഷം നൽകാൻ പറ്റുന്നത് എങ്ങനെയാണ്? നീ കുറച്ചൊന്ന് മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറയാമല്ലോ. അപ്പോൾ അവർക്ക് സന്തോഷമാവട്ടെ. അല്ലെങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക, ഒന്നുകിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അതപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്കൊരു മനസ്സിലൊരു സന്തോഷം തോന്നിയിട്ട് അതുകൊണ്ട് ചിലപ്പം ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പം അവരുടെ വെയിറ്റ് കൂടിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നല്ലോണം മെലിഞ്ഞ ആൾക്കാരെ കണ്ടിട്ട് എന്ത് കോലാണെന്ന് ചോദിക്കാതെ നീ നല്ല മൊഞ്ചത്തി അയക്കണമല്ലോ എന്ന് നമുക്ക് പറയാമല്ലോ. നമ്മുടെ മക്കളാണെങ്കിൽ കൂടിയിട്ട് അല്ലേ ചിലപ്പം വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ചിട്ടുണ്ടാവും, ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ മക്കളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നീ എന്തൊരു കോലായി ഇത് എന്ന് നമ്മൾ പറയാതിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്.
അല്ലേ? നമ്മൾ അവരോട് പറയേണ്ട, അവർക്ക് അതെന്താ പറയുക, ഒരു നമ്മളെ വാക്കുകൾ കൊണ്ട് അവർക്കൊരു മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകളിലേക്ക് അവർ പോകണം. അൽഹംദുലില്ലാ ഞാൻ ഓക്കെ ആണ്, അല്ലേ? അപ്പോൾ പിന്നെ അവരുടെ മൈൻഡ് പ്ലസൻ്റ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ ഈ ആദ്യം തന്നെ ചടപ്പിക്കുന്ന തരത്തിലുള്ളൊരു വർത്തമാനങ്ങൾ ഇനി നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെയും നമുക്ക് നമ്മളെ നാവിനെ നമ്മൾ ശ്രദ്ധിച്ച് ഇനിയിപ്പം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ നിസ്സാരമായിട്ടുള്ള ഒരു വെയിറ്റ് കൂടിയതോ വെയിറ്റ് കുറഞ്ഞതോ അല്ലെങ്കിൽ ഇച്ചിരി കരുവാളിച്ചു പോയതോ എന്തോ ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ പറയും അതിനൊരു പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബന്ധങ്ങളും തമാശകളായിട്ട് ഒരുമിച്ച് കൂടി ഫ്രണ്ട്സ്, നമ്മൾ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലൊക്കെ സ്വാഭാവികമാണ്. ചിലപ്പം ഭർത്താക്കന്മാരുടെ കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ അവിടെയും നമ്മൾ ഈ പറഞ്ഞതിൽ ഈ ഒരു തമാശയാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പറയുന്നതിൽ നമ്മൾ അവിടെ സുൽഹ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അതിങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഹസ്ബൻഡ്. അപ്പം മറ്റുള്ളവരും അത് ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ അവർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അവിടെ ശരിയാക്കാൻ പറ്റും. കാരണം നമ്മൾ കുറച്ചുകൂടി നല്ലപോലെ നിന്നാൽ അവിടെ നിന്ന് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുന്നിടത്ത്, നമുക്ക് ചാൻസ് കിട്ടുന്നിടത്ത് നമ്മൾ ആ തരത്തിൽ നമ്മൾ സംസാരങ്ങളെ മാറ്റിക്കൊണ്ടുവന്ന് നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണല്ലോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നാവിൽ നിന്ന്. ഈ പറഞ്ഞതുപോലെ നമ്മൾ പരദൂഷണം പറയുന്നില്ല, അല്ലെങ്കിൽ പരിഹാസമില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു ആർക്കും ഒരു എന്താ പറയുക, ആരുടെയും ഒരു എനർജി കളയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വാക്കുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാതെ ഒരു പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ, അത് നമ്മൾ നേരിട്ടാണെങ്കിലും അല്ലാതെയും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ, അല്ലേ? വിഷമിച്ചിരിക്കുന്നവർക്ക് സമാധാനം നൽകുക ഒക്കെ തന്നെ അതിൽ പെടുന്നതാണല്ലോ. നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാനില്ല, അല്ലേ? ഇപ്പോൾ ഇൽമിൻ്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇച്ചിരി എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് വിഷമമില്ലാത്ത പോലെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, ഇത്രയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലേ എന്നുള്ളത്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ആരെയും വിലയിരുത്താൻ നമ്മൾ ആരുമല്ല, അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇവർക്കൊരു ചേഞ്ചും വന്നിട്ടില്ല. നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ അവർ എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. നമ്മൾ ചിലപ്പം പുറംഭാഗം മാത്രം ചേഞ്ച് ആയിട്ടുണ്ടാകും, ഉള്ളിൽ നമ്മളിപ്പോൾ ഈ തരത്തിലുള്ള ഊഹങ്ങളും ചിന്തകളും എന്താ പറയുക, ഇവരിത്ര ഒന്നും ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ കാഴ്ചയിൽ ചിലപ്പം അങ്ങനെ ആയിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന കർമ്മങ്ങളോ അവരുടെ മനസ്സിൻ്റെ ശുദ്ധിയോ നമ്മൾ കാണുന്നില്ല. അത് കാണാനുള്ള കഴിവ് നമുക്കില്ല, അത് അള്ളാഹ്ക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. അപ്പം അവർക്കുണ്ടായ ഒരു ചേഞ്ച് അത് അള്ളാഹും അല്ലേ അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഇപ്പോഴും ഉള്ള ഈ ഒരു ചിന്തകളും അതും അള്ളാഹു അറിയുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മുടെ മനസ്സിനെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും നല്ലതാക്കി ചിന്തിക്കാനും ഏറ്റവും നല്ലതാക്കി പറയാനുമുള്ള ഒരു മനസ്സാക്കി അല്ലേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അതിന് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതൊരു തരത്തിലുള്ള പോരായ്മകളെയും അല്ലേ, നമ്മൾ കാഴ്ചകളിൽ കാണുന്ന പോരായ്മകളോ ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാലോ ഒന്നും ഇനി നമ്മൾക്ക് അല്ലേ ആ ഒരു ശ്രദ്ധയിലേക്ക്, ആ ഒരു തരത്തിലേക്കുള്ള ചിന്തകളിലേക്ക്, അതായത് തെറ്റായ ഊഹങ്ങളിലേക്ക്, തെറ്റായ സംസാരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കട്ടെ. അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, അസുഖമുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ മരണപ്പെട്ട വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നല്ലത് പറയാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഇതോട് ചേർത്ത് തന്നെ പറയേണ്ട കാര്യമാണ്, നമ്മളെ തന്നെ എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മരിച്ച വീട്ടിൽ പോയിട്ട് എങ്ങനെ മരിച്ചു, എന്താ പറ്റിയത്, അതാക്കിയത്, അതിങ്ങനെ കുറേ ഇങ്ങനെ സംസാരിക്കുക. അത് അവരുടെ ഇപ്പം മരണപ്പെട്ട സ്വന്തം ബന്ധുവിനോട് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ വന്ന് അത് ചോദിച്ച് അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും വേറൊരാൾ വന്ന് അങ്ങനെ ചോദിക്കാതിരിക്കുക, അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ അവരോട് അല്ലേ എന്തെങ്കിലും ഒരു ദുആ പറഞ്ഞ് നമ്മൾ അവരോട് സലാം പറഞ്ഞ് അവരെ ദിക്ർ ചൊല്ലാനോ അല്ലെങ്കിൽ അവർക്ക് മരണപ്പെട്ട ആൾക്ക് വേണ്ടി ദുആ ചെയ്യാനോ അവർ വിട്ടിട്ടിങ്ങ് പോരെ, കൂടുതൽ സംസാരിപ്പിക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. അതൊരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നാറുണ്ട്. പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും അപ്പുറത്തെയും ഇപ്പുറത്തെയും വർത്താനം പറയുക അതുമുണ്ട്,
അല്ലേ? അവിടെയൊക്കെ ചെന്നിരുന്നിട്ട് നമ്മൾക്ക് മിണ്ടാതിരിക്കുക, എന്നിട്ട് നമ്മൾക്ക് പറയാനുള്ളത് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹ വർഹംഹ. വലിയ ദുആ ഒന്നുമല്ല. പഠിച്ചോനെ, ഇവർക്ക് ഈ മരണപ്പെട്ട ആൾ ആരാണോ അവർക്ക് നീ പുറത്ത് എടുക്കണമേ റബ്ബേ, അവരോട് നീ കാരുണ്യം കാണിക്കണമേ. ഇത് നമുക്ക് പറയാലോ. അതാണ് ഏറ്റവും നല്ല വാക്ക്. നമ്മൾ മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. ആവശ്യമില്ലാത്ത അനാവശ്യമായ സംസാരങ്ങളെല്ലാം ഒഴിവാക്കുക. അവിടെ നിന്ന് വെറുതെ വർത്താനം പറയാണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്. അതോടൊപ്പം തന്നെ അസുഖം ബാധിച്ച ആൾക്കാരോട് പോയിട്ട് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് വല്ലാത്തൊരു കോളായിപ്പോയി അല്ലെങ്കിൽ വല്ലാത്തൊരു കഥയായിപ്പോയി അല്ലേ, അതിനിപ്പോൾ ചിലപ്പം നമ്മൾ ഒരു അസുഖത്തിൻ്റെ കാര്യം ഒരാളെങ്കിൽ പറഞ്ഞാൽ പോലും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി, അങ്ങനെ പറയണ്ട. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഓരോ ദുആകളും പറഞ്ഞു കൊടുക്കാൻ, ഓരോ അല്ലേ സമാധാനം നൽകുന്ന അള്ളാഹുവിൻ്റെ അല്ലേ ഓരോ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു അറിവ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. എങ്ങനെ അവരെ സമാധാനിപ്പിക്കാം, എങ്ങനെ അവർക്കൊക്കെ നന്മകൾ പറഞ്ഞു കൊടുക്കാം, അതിനനുസരിച്ചുള്ള ഇൽമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എവിടെയും നന്മകൾ ഉണ്ടാക്കാൻ, എവിടെയും സമാധാനത്തിൻ്റെ അല്ലേ വാക്കുകൾ പറയാൻ, അത്തരത്തിൽ സമാധാനം കൊടുക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കണം. നന്മയും സമാധാനവും സന്തോഷവും നൽകുന്നവരായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളെല്ലാം തന്നെ റബ്ബെ അറിവില്ലായ്മ മൂലമാണ്. റബ്ബെ പുറത്തു മാപ്പാക്കി തരണമേ. സുബ്ഹാനല്ലാഹ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളേവരെയും നിനക്കിഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി നിൻ്റെ പ്രിയപ്പെട്ട അടിമകളിൽ അവിടെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു സ്പെഷ്യലായിട്ട് നീ നൽകുന്ന ആ ഒരു അല്ലെ നിൻ്റെ സാമീപ്യം ലഭിക്കുന്ന ആ കൂട്ടരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ربنا تقبل منا ودعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.